ജീവിപ്പിക്കണമേ എന്ന് തീർന്നില്ല. അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണമേ മാൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടി തൗബയോടുകൂടി നീ ഞങ്ങളെ മരിപ്പിക്കണമേ. അപ്പോ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് ജീവിതം വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ആവുക എന്ന പ്രാർത്ഥന, മരണം ഈമാനോടുകൂടി തൗബയോടുകൂടി ആയിത്തീരുക എന്ന പ്രാർത്ഥന. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒന്ന്, വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം അല്ലാഹുവിന്റെ സംസാരമാകുന്നു, അഥവാ വിശുദ്ധ ഖുർആനാകുന്നു. അതുകൊണ്ടാണ് പാരായണത്തിന് പോലും അലിഫ് ലാം മീം എന്ന് ഓതിയാൽ ഒരു കൂലിയല്ല, അലിഫും ലാമും മീമും 3 ഹർഫുകളാണ്, ചുരുങ്ങിയത് 10 കൂലി, അപ്പോൾ 30 കൂലി കിട്ടും അലിഫ് ലാം മീം എന്ന് നമ്മൾ പാരായണം ചെയ്താൽ. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ള പ്രതിഫലാർഹമായ കാര്യമാണ് വിശുദ്ധ ഖുർആൻ. നമ്മള് ഹറമുകളിലൊക്കെ പോയവർക്കറിയാം, മക്കയിലാകട്ടെ മദീനയിലാകട്ടെ വേറെ ഒന്നും തെരഞ്ഞാൽ നമുക്ക് കിട്ടൂല. എല്ലാ സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ആയിരിക്കും. സ്ത്രീകളുടെ ഭാഗത്താകട്ടെ പുരുഷന്മാരുടെ ഭാഗത്താകട്ടെ. ഈ ഖുർആൻ എവിടുന്ന ഇറങ്ങിയത്? മക്കയിലും മദീനയിലുമാണ് അത് ഇറങ്ങിയത്. ആ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്കത് പാരായണം ചെയ്യാൻ സാധിക്കുക. ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുവാനും പ്രതിഫലം നേടുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ആ വിശുദ്ധ ഖുർആനുമായുള്ള അഭേദ്യമായ ബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പലപ്പോഴും റമദാൻ വരുമ്പോഴാണ് നമുക്ക് ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ ഖുർആനിന്റെ വിഷയത്തിൽ വരാറുള്ളത്. എന്നാൽ അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉൽ ഖുർആൻ ഫി കുല്ലി ശബ്ർ, റസൂലുള്ള എല്ലാ മാസത്തിലും ഖുർആൻ ഓതി തീർത്തിരുന്നു. ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുക എന്നത് എല്ലാ മാസവും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ഒരു സമയത്ത് വെറുതെ ഒരു ക്ലാസ്സിൽ വന്നതല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ എല്ലാവരും ഖുർആനിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം. കഴിഞ്ഞ തലമുറയിൽ ഇവിടെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, പലപ്പോഴും രാവിലെ കുട്ടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ വല്യപ്പയുടെ കാരണവരുടെ വിശുദ്ധ ഖുർആൻ പാരായണം എല്ലാ വീടുകളിലും ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ പലപ്പോഴും പല വീടുകളിലും അത് എടുക്കപ്പെട്ടു പോയതുപോലെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ ഒരു ഇടത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ അത് ഖബർസ്ഥാൻ പോലെയാണെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബർസ്ഥാൻ പോലെയാക്കരുത്. എന്നിട്ട് അവർക്ക് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഖബർസ്ഥാനിൽ പോയാൽ മൗനമായിരിക്കും, മൊത്തം മൗനം, ആരും ഒന്നും മിണ്ടൂല. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. അതിനാണ് മുമ്പൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥം പഠിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് എല്ലായിടത്തും എല്ലാ ആളുകളും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിക്കുന്നു. നാം പറഞ്ഞുകൊണ്ട് വന്നത്, ഉദാഹരണമായി സൂറത്ത് യാസീൻ മിക്ക മുസ്ലിം സഹോദരന്മാർക്കും പരിചയമുള്ള, കാണാതെ അറിയുന്ന ഒരു അധ്യായമാണ്. അതിലൊരു ആയത്ത്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഹേ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുകയും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇത് എന്താണ് ആയത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി പാരായണം ചെയ്യുന്ന സമയത്ത് അല്പം പേടി വരും.
നാളെ പരലോകത്ത് നന്മതിന്മകൾ വേർതിരിച്ച് കുറ്റവാളികളെ ശിക്ഷക്ക് വിധേയമാക്കുന്ന ഒരു സമയത്ത്, ഹേ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുകയും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്നറിയുമ്പോൾ നമുക്കൊരു പേടി വരും. പഠിച്ചോനെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ എന്നറിയാതെ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെങ്കിലോ പോകും. എന്താ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. അറിയുമ്പോൾ ഹൃദയത്തിൽ തട്ടും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും സഹാബത്ത് പറയും, സിദ്ദീഖുൽ അക്ബർ ഇമാമത്ത് നിർത്തണ്ട. എന്താ? അബൂബക്കർ സിദ്ദീഖിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ പലപ്പോഴും പൂർത്തിയാക്കാൻ കഴിയില്ല, കരഞ്ഞു പോകും. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കാതെ പോയതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥം പഠിക്കാൻ, എന്താണ് പറയുന്നത്, ഏറ്റവും നല്ലൊരു പരിഭാഷയാണ് മരണപ്പെട്ടുപോയ കോഴിക്കോട് വലിയ കാലിയായിരുന്ന സെയ്ദ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷ. ആ പരിഭാഷ നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ ലളിതമായി, നമുക്ക് ധാരാളം വേറെ പരിഭാഷകളുണ്ട്, അപ്പോ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിഭാഷയാണത്. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയാം, അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസ്സുന്ന, പടച്ചോനെ ഖുർആനും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണമെന്ന് ദ്വാരക്കുമ്പോ, ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഖുർആനിൽ എന്താണ് പറഞ്ഞത് നമുക്കറിയണം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ അധ്യായം സൂറത്ത് ബഖറയുടെ അവസാന ഭാഗത്ത് ഒരു പേജ് മുഴുവൻ ഒരായത്ത്. ആ ആയത്തിന്റെ പേര് സൂറത്ത് ദൈൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്താണ്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അബദ്ധം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കടം. കടം വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആരെങ്കിലും എഴുതി വെക്കാറുണ്ടോ? ഖുർആൻ പറയുന്നത് എഴുതി വെക്കണം, സാക്ഷി വേണം എന്നൊക്കെ പറയും. പലപ്പോഴും ആളുകൾ വായ്പ കൊടുക്കാൻ തയ്യാറല്ല. എന്താ പറയാലോ, വായ്പ കൊടുത്തിട്ടില്ല, പിന്നെ കൊടുത്തിട്ടില്ല എന്നുള്ള പരാതിയിൽ ഉണ്ടാവുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ തരാത്തന്റെ വീട്ടിൽ തന്നെ മാറി നടക്കുക, ഫോൺ എടുക്കാണ്ടിരിക്കുക, ആകെ പ്രശ്നമാകും. ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക രംഗത്തുള്ള തെറ്റുകളൊക്കെ വരാൻ കാരണം വിശുദ്ധ ഖുർആൻ സാമ്പത്തിക രംഗത്ത് നമ്മളെ പഠിപ്പിച്ച കാര്യം ഉമ്മത്ത് പഠിക്കാതെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാർത്ഥന പറഞ്ഞു. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, അത് നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം ആ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടാകണം. അതാണ് അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസ്സുന്ന, അല്ലാഹുവേ ഖുർആനും സുന്നത്തും കിതാബും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കുട്ടി SLC പഠിക്കുന്ന ഒരു കുട്ടി ദ്വാരക്കാണ്. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ദ്വാരക്കാണ്, പഠിച്ചോനെ എന്റെ മോക്ക് ഫുൾ A+ കൊടുക്കണേ. കുട്ടി ബുക്ക് വായിക്കുന്നില്ലെങ്കിൽ അവന് ആ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥമുള്ളത്? ഖുർആൻ അനുസരിച്ച് ജീവിപ്പിക്കണേ. ശരി, ഖുർആനിൽ എന്താ ഉള്ളത് എന്നറിഞ്ഞാലല്ലേ നമുക്കതനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പാരായണം ചെയ്യണം എല്ലാ ദിവസവും. അതോടൊപ്പം എന്താണ് പാരായണം ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യണം. രണ്ടാമത്തത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും ബുഖാരിന്ന് കേട്ടിട്ടുണ്ടാവും, മുസ്ലിംന്ന് കേട്ടിട്ടുണ്ടാവും. ആൺമാരായ ഹദീസ് പണ്ഡിതന്മാരാണ് അവരൊക്കെ. അവര് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരിക്കും പഠിച്ചു മനസ്സിലാക്കി സ്വഹീഹ് ആയത്, അഥവാ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറപ്പുള്ള കാര്യം ക്രോഡീകരിച്ച് ഇത് നമുക്ക് മലയാളത്തിൽ പോയത് കിട്ടും. അപ്പൊ ഈ ബുഖാരിയിൽ എന്താണ് ഉള്ളത്? നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ. ഒരിക്കൽ വീട്ടിൽ ഒരു വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരിയെ വെക്കണം എന്നൊരാഗ്രഹം ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി എടുത്തു വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി വീട്ടിലുണ്ടായിരുന്നില്ല. രാത്രിയാ വന്നത്. റസൂലുള്ളാഹി തിരിച്ചെത്തി. അങ്ങനെ ഫാത്തിമ വന്നിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞു. നേരെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന് പറഞ്ഞു. ഈ വേലക്കാരെ വെക്കൽ ഹറാമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. മോളെ, ഇത് ദുനിയാവല്ല, നിനക്ക് നല്ലത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 34 ആദ്യത്തെ 2 33 പറഞ്ഞ് 100 പ്രാവശ്യം അത് പൂർത്തിയാക്കലാണ് ഒരു വേലക്കാരിയെ വെക്കുന്നതിനേക്കാൾ മോൾക്ക് ഉത്തമം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, റസൂലുള്ളാഹി അത് പറഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒരു ദിവസം പോലും ഈ സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 34 പറയാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അല്ല സിഫീൻ യുദ്ധത്തിന്റെ ദിവസം ഭയങ്കര സമ്മർദ്ദം വന്ന് ഓടി നടന്ന് എന്ത് സംഭവിക്കും അറിയാതെ
ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രമോ ഉറങ്ങാൻ സമയം കിട്ടുന്ന ഒരു യുദ്ധം സിഫീൻ യുദ്ധം. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഞാൻ സിഫീൻ യുദ്ധത്തിന്റെ അന്നും ചെയ്തിരുന്നു, ഞാനൊന്ന് മയങ്ങാൻ കിടന്നപ്പം ഇത് പാരായണം ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പഴയ ദുആകൾ നമുക്കറിയാം. ഇങ്ങനെ ഒരു 100 പ്രാവശ്യമുണ്ട്. അത് റസൂലുള്ളാഹി സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിച്ച കാര്യമാണ്. ഇത് നമുക്ക് എത്ര പേർക്കറിയാം? അതറിയണമെങ്കിൽ റസൂലുള്ളാഹിയുടെ ചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. ഇപ്പൊ ബുഹാരി മുസ്ലിം പരിഭാഷ കിട്ടും. എന്താണ് അറബി പറഞ്ഞ നേരെ മലയാളം. എല്ലാവരും എന്താ പറയുക, മുമ്പ് തർക്കമായിരുന്നു അർത്ഥം പറ്റും. ഇപ്പൊ എല്ലാ സംഘടനകളും പരിഭാഷ ഇറക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം പറയുന്നത് പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് പഠിക്കാനും പകർത്താനും പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെ കസേരണ്ട്, ഒരു കസേരല്ല അവിടെ അല്ലേ? ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഈ ദുആയുടെ രണ്ടാമത്തെ ഭാഗം അല്ലാഹുവേ, ഈമാനോടുകൂടി തൗബയോടുകൂടി നീ എന്നെ മരിപ്പിക്കണമേ എന്നതാണ്. അപ്പൊ 2 കാര്യമാണ് നമ്മുടെ ആവശ്യം. ഈമാനോടുകൂടി മരണപ്പെടുക. ഇന്നലെ നമ്മുടെ ഒരു സഹോദരൻ, പരിചയമുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹം കുറച്ചു കാലം രോഗമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. നല്ല വേദനയും കാര്യം, എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാൻ മതി, ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം. ഇത്തരം കരഞ്ഞു പോയി. ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സഹോദരന്മാരെ ഈമാനോടുകൂടി മരണപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഈമാനോടുകൂടി മരണപ്പെട്ടാലുള്ള ഗുണം എന്താ? ആ സന്ദർഭം മുതൽ നമ്മൾ റാഹത്തിലായി. കാരണം ഈമാനോടുകൂടി മരണപ്പെട്ടു. ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഒരാൾ മരിക്കാൻ വിചാരിക്കുക. അപ്പൊ ഒരു അധികം നടന്നപ്പോ കുറെ ആൾക്കാരൊക്കെ വന്നു. ആ ആൾക്കാരൊന്നും മരിക്കുന്ന ആള് കാണൂല. മരണപ്പെടുന്ന ആള് ഈമാനോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ വലിയ വിശാലമായ മേഖലയിൽ മലക്കൾ നന്നായിട്ട് തട്ടിച്ചു കൂടിയിട്ടുണ്ടാവും. അവർ ഈ മലക്കളെ കാണാം. ഈമാനോട് കൂടിയാണ് മരിക്കുന്നെങ്കിൽ ആരെ ഈ മലക്കുകൾ സ്വീകരിക്കാൻ വന്ന, നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് മരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും അല്ല ഞാൻ കാണുക ആ മലക്കളായിരിക്കും. ആ ഒരു സന്തോഷാവസ്ഥ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എന്നാൽ ഈമാനോട് കൂടിയല്ല മരണപ്പെടുന്നതെങ്കിൽ ക്രൂര സ്വഭാവമുള്ള മലക്കുകൾ. എന്താ മലക്കുടെ പ്രത്യേകത? അവർക്ക് സ്വന്തമായി ഒരു തീരുമാനമില്ല. ജിന്നിനും മലക്കിനൊക്കെ സ്വന്തമായി തീരുമാനങ്ങളുണ്ട്. എന്നാൽ മലക്കുകൾ എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് മാത്രം ചെയ്യുക എന്നതാണ് മലക്കുകളുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടുക എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ഏത് സമയത്തും അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണമേ മാൽ ഈമാനി വത്തൗബ. രണ്ടാമത് തൗബയോടുകൂടി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ആദം സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരായിരിക്കും. അബദ്ധം സംഭവിച്ചു പോകും. അബദ്ധം സംഭവിച്ചു പോകുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പോ തൗബ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഹൃദയത്തിൽ തട്ടി പുറത്തേക്ക് വരണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി പറയാണ്, ഞാനൊരു ദിവസം 100 തവണ, മറ്റൊരു ഹദീസിൽ 70 തവണ അള്ളാഹുവോട് പശ്ചാത്തപിക്കാറുണ്ട്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തെറ്റ് ചെയ്ത ആളാണെന്നല്ല, 70 തെറ്റ് ചെയ്ത ആളാണെന്നല്ല. മറിച്ച് ഒരു തെറ്റും ചെയ്യാത്ത റസൂലുള്ള പോലും ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം എന്ന വലിയൊരു സന്ദേശമാണ് അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന ഞാൻ ഒന്നുകൂടി പറയുന്നു. അല്ലാഹുവേ അഹ്യിനി, നീ എന്നെ ജീവിപ്പിക്കണമേ, അലൽ കിതാബി വസ്സുന്ന, അലൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും കിതാബും സുന്നത്തും അനുസരിച്ച്. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. അല്ലാഹുമ്മ അഹ്യിനി അലൽ കിതാബി വസ്സുന്ന. രണ്ടാമത്തെ ഭാഗം വഅമിത്നി, അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണമേ, മഅൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടി തൗബയോടുകൂടി. അപ്പൊ ഈ ദുആ ഇസ്ലാമിലെ ദുആകൾ അധ്വാനവും കൂടിയാണ്. ദുആ ചെയ്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. ഒരാൾ ഹജ്ജിന് പോകാൻ തൗഫീഖ് തരണേ ദുആയിരുന്നു. അയാളവിടെ ഇരിക്കാൻ പറ്റൂല. ഹജ്ജ് അപേക്ഷ വരുന്ന സമയം നോക്കണം, അപേക്ഷിക്കണം.
അതിന് പണം ഉണ്ടാക്കണം, എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. അപ്പൊ ഹജ്ജിൽ ഡോണേന സ്ഥലത്ത് ഇരുന്നാൽ മാത്രം പോരാ, അതിന്റെ വഴിയിൽ പ്രവേശിക്കണം. അതേപോലെ ഈമാനോടുകൂടി മരിപ്പിക്കണേന്ന് ദുആ ചെയ്താൽ മാത്രം പോരാ, ആ ഈമാനോടുകൂടി മരണം ലഭിക്കാൻ ആവശ്യമായ അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയും ചെയ്യണം എന്നത് പ്രധാനമാണ്. ഇനി സഹോദരങ്ങളെ, ഈ ഈമാനോടുകൂടിയുള്ള മരണത്തിന്റെ കിതാബും സുന്നത്തും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട, അത് നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാൻ പറഞ്ഞ 3 ആയത്തുകളുണ്ട് തഖ്വയുമായി ബന്ധപ്പെട്ട. അത് അറബിയിൽ ഹുത്ത് പറയുന്ന പള്ളിയിലായാലും മലയാളത്തിൽ ഹുത്ത് പറയുന്ന പള്ളിയിലായാലും ഒക്കെ ഈ ആയത്തുകൾ എല്ലാ പള്ളിയിൽ നിന്നും പറയും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതിൽ നമുക്ക് കാണാം വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. സൂറത്തുൽ നിസായിലെ 4-ാം അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നിട്ട് പറയാണ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, രക്തബന്ധങ്ങളെയും. അപ്പൊ പടച്ചോനിൽ തഖ്വ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ ഉടനെ പറയാണ് രക്തബന്ധങ്ങളെയും. അപ്പൊ കുടുംബ ബന്ധം ഒഴിവാക്കിയിട്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ തഖ്വയോട് ചേർന്ന്, തഖ്വല്ലെങ്കിൽ നമുക്ക് പരാജയപ്പെട്ടു പോകും, ആ തഖ്വയോട് ചേർത്തി പറയാണ് രക്തബന്ധങ്ങളെയും. അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ ഇസ്ലാം കുടുംബ ബന്ധങ്ങളെ കാണുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, കുടുംബ ബന്ധത്തോട് അള്ളാഹു സംസാരിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൻ അസില മൻ വസലിക, കുടുംബ ബന്ധം ചേർത്തവരോട് ഞാനും ബന്ധം ചേർക്കും. വഅഖ്തഅ മൻ ഖതഇക, കുടുംബ ബന്ധം മുറിച്ചവരോട് ഞാനും ബന്ധം മുറിക്കും. അള്ളാഹുവിന്റെ ബന്ധം, പടച്ചവന്റെ ബന്ധം നമ്മളുമായി ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നവരായിരിക്കണം. കുടുംബ ബന്ധം മുറിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായുള്ള ബന്ധം മുറിച്ചു കളയും. അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ, മുഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1-ാമത്തെ ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ, അവരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിയുടെ ഭാര്യമാർ സാധാരണക്കാരല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഉമ്മമാർ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ആഗ്രഹമില്ലേ ഉമ്മമാരോടൊപ്പം ജീവിക്കാൻ? അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഉമ്മമാരിൽ ഒരാളായ ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയ സന്ദർഭം, ഹിറാ ഗുഹയിൽ വെച്ച് വഹി കിട്ടി. അപ്പോൾ റസൂലുള്ളാഹിക്ക് അറിയില്ല. അപ്പോൾ ജിബ്രീൽ വരുന്നു, അടുത്തിരിക്കാൻ പറയുന്നു, റസൂലുള്ളാഹിക്ക് വിറക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് 5 ആയത്ത് കിട്ടുന്നു. ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഓടി വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടായപ്പോ റസൂലുള്ളാഹിക്ക് എങ്ങോട്ട് പോകാനാണ് തോന്നിയത്? അവിടേക്ക് തോന്നിയത് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകട്ടെ എന്നാണ്. ഇതിനുള്ള മെസ്സേജ് എന്താണ്? ഇവിടെ കൂടുതലും സ്ത്രീകളാണ് പങ്കെടുത്തത്. ഭർത്താവിനൊരു പ്രയാസം വന്നാൽ ഒരു പ്രശ്നമില്ല, വീട്ടിലെത്തിയ പ്രശ്നം തീരും. എന്താ കാര്യം? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെയുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ഉമ്മമാരാകുന്ന ഭാര്യമാർ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. അവിടെ എന്തെങ്കിലും തിരുത്തലുകൾ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്ത് വേണമെങ്കിൽ വരുത്തണം. കാരണം നമുക്ക് ആവശ്യം എന്താ? ഒരു ക്യാൻസർ പിടിച്ചൊരു സഹോദരി മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് മരണപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര വിഷമായി. ചെറിയ പ്രായത്തിലാണ് മരണപ്പെട്ടു പോയത്. മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭർത്താവ് അറിയാതെ അങ്ങ് പറഞ്ഞു, ഈ ഭാര്യയുടെ വിഷയത്തിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞു. മയ്യത്ത് നിസ്കരിക്കണമെന്ന് അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഒരു സഹോദരി മരണപ്പെടുമ്പോൾ അവളുടെ വിഷയത്തിൽ തന്റെ ഭർത്താവ് സന്തുഷ്ടനാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട്. അപ്പോൾ അയാൾ അത് വിഷമം കൊണ്ടും അത് തുളുമ്പിപ്പോലാണ്. അത്രയും അനുസരണമുള്ള, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന, ഭർത്താവിനെ പരിഗണിക്കുന്ന ഒരു ഭാര്യയായിരുന്നു അത്. ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷമുണ്ടായപ്പോ ഓടി വീട്ടിലേക്ക് ചെന്നു. നമുക്ക് പറ്റിയെന്ന് വെച്ച് ബേജാറാക്കല്ല,
നേരെ വന്നു, പിടിച്ചു, ഇവിടെ കിടക്കിന്ന് പറഞ്ഞു, പുതപ്പിട്ടെടുത്ത് കൊടുത്തു, തടവി കൊടുത്തു, അങ്ങനെ എല്ലാ പരിപാലനവും ചെയ്തു. അപ്പോൾ ഖദീജ ബീബി കുറെ കാര്യങ്ങൾ റസൂലിനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. പടച്ചോ നിങ്ങളെ കൈവിടൂല എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നക ലതസിലുർ റഹീം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങളെ കുടുംബബന്ധം ചേർക്കുന്ന ആളാ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒന്നോട്ട് പേടിക്കണ്ട, നല്ലോണം കിടന്നോളി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ പറഞ്ഞ വാക്കിൽ ഒന്നെന്താ? ഇന്നക ലതസിലുർ റഹീമ, അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ആളാണ്. അപ്പൊ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇവിടെ കൂടിയ നമ്മളെല്ലാവരും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് നമുക്ക് എല്ലാവർക്കും വേണം. അപ്പൊ എന്തെങ്കിലും ഒരു കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന സ്ഥാനത്തേക്ക് നമ്മൾ വളരണം. നമ്മൾ അവിടെ ഒരു കക്ഷിയായി അത് ഞാൻ അംഗീകരിക്കൂല, ആ കല്യാണം എന്നോട് പറ, ഓനങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മരണം വരെയുള്ള കല്യാണം തിരിച്ചു പറയാതിരിക്കുക. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിലവിലുള്ള ബന്ധങ്ങളെ തുടരലല്ല കുടുംബ ബന്ധം ചേർക്കൽ, പ്രത്യേക അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കണം. ഏതെങ്കിലും ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കലാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ഒന്നാം സ്ഥാനമായി ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല, റസൂലുള്ളയെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ റസൂലിന് ഓർമ്മയായി. നമ്മളിങ്ങനെ ബസ് പോകുമ്പോൾ ഏതൊരു നിരീശ്വരവാദി, യുക്തിവാദി നബിനെ കുറ്റം പറയാം, ഇവരുടെ മുഹമ്മദ് നബി എന്നൊക്കെ പറയാൻ വിചാരിക്കുക. അങ്ങനെ എപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഓൺ ദി സ്പോട്ട് നമ്മൾ റസൂലിന് വേണ്ടി ദ്വാരക്കണം, അഥവാ സ്വലാത്ത് വേണം. സ്വലാത്തിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, അള്ളാഹുവിന്റെ റസൂലിന് നീ രക്ഷയും സമാധാനവും നൽകണമേ. അത് പറയാത്തവർ പിശുക്കന്മാരാണ് എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ വിനയം കാണിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴും ഓർപ്പിക്കപ്പെടുമ്പോഴും നമ്മുടെ ചുണ്ടൊന്ന് ചലിക്കണം. ചുരുങ്ങിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ യോഗ്യതയായി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പഠിപ്പിച്ച കാര്യമാണിത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹ്മഹു, അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ. പടച്ചോനിൽ വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? ഫൽയസിൽ റഹ്മഹു, കുടുംബ ബന്ധം ചേർക്കട്ടെ. കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ അവിടെ ആദർശം പ്രശ്നമല്ല. പല ആദർശക്കാരുണ്ടോ നമ്മുടെ കുടുംബത്തിൽ. ഏത് ആദർശമാണെങ്കിലും എളാപ്പെളാപ്പന്ന, ഏത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ആദർശത്തിലാണെങ്കിൽ അമ്മായി എന്നാണ്. അവിടെ എന്താ ബന്ധം? നമ്മളുടെ രക്തബന്ധമാണോ ആ ബന്ധം നമ്മൾ ചേർത്തിരിക്കണം. നമ്മളിപ്പോ ഒരു ആദർശത്തിലാണ് വിചാരിക്കുക, ആ ആദർശത്തിലല്ല എളാപ്പുള്ളത്, എന്നാ പിന്നെ അങ്ങോട്ട് പോകേണ്ടത് പറ്റൂല. അത് നമ്മൾ പോയിരിക്കണം, ആ ബന്ധം ചേർത്തിരിക്കണം. മാത്രമല്ല, ഈ കുടുംബ ബന്ധം ചേർക്കുന്നിടത്തൊക്കെ സാധാരണ ആൾക്കാർ പറയും, എവിടെ സമയം? നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ആ കുടുംബക്കാരെത്തൊക്കെ ഒന്ന് പോകേണ്ടതുണ്ട്, പക്ഷെ സമയമില്ല. എല്ലാവരും പറയുന്നൊരു പോയിന്റാണ്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്, അത് കളവാണ്. സമയമല്ല എന്നത് കളവാണ്. സമയം ഉണ്ടാക്കുകയാണ് വേണ്ടത്. നമ്മൾ അതിന് നിയ്യത്ത് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമയത്തിൽ ബറക്കത്ത് നൽകും. ഇനി ഞാൻ അതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ഹദീസ്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി, ആർക്കെങ്കിലും അവരുടെ റിസ്ഖിൽ, അവരുടെ ഭക്ഷണത്തിൽ, ഉപജീവന മാർഗത്തിൽ ബറക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വയുൻസലഹു ഫീ അസ്രിഹി, അവരുടെ കാൽപാദങ്ങൾ ഇവിടെ കുറച്ചുകൂടി നിൽക്കണം, കുറെ നിലനിൽക്കണം, അഥവാ ദീർഘായുസ് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കുറച്ച് ആഴ്ചകളും മാസങ്ങളും ഒക്കെ അവിടെ എനിക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, റിസ്കിന്റെ കാര്യത്തിൽ ബറക്കത്ത് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫൽയസിൽ റഹ്മഹു, അവർ കുടുംബബന്ധം ചേർക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, അവിടെ ഒക്കെ പോയാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എന്റെ 500 പോവും, എന്റെ 1000 പോവും, അങ്ങോട്ട് പോകണ്ട. നേരെ എതിരാ, നിങ്ങൾക്ക് 500 1000 കൂടണം, നിങ്ങൾക്ക് ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണം എങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർത്തോളൂ. 1. 2, സമയമല്ല നമ്മൾ പറഞ്ഞത്, അല്ലാണ്ട് റസൂൽ പറഞ്ഞത് സമയമല്ല തരും, നിങ്ങൾക്ക് ദീർഘായുസ് തരും. അപ്പൊ ഇത് രണ്ടും നേരെ എതിരായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റിസ്കിൽ വർധനവ് കിട്ടാനും
അതേപോലെ തന്നെ നമുക്ക് ദീർഘായുസ് കിട്ടാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കുടുംബക്കാരെടുത്ത് നിരന്തരം പോവല്ല വേണ്ടത്, നിരന്തരമായി നമ്മുടെ എല്ലാ കുടുംബക്കാരുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദുർമരണം ഒഴിവായി കിട്ടും. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുദ്ഫഉ അൻഹു മീതത്തു സൂഇ ഫൽയത്തഖില്ലാഹ വൽയസിൽ റഹിമഹു. ആർക്കെങ്കിലും ദുർമരണം, മോശപ്പെട്ട മരണം ഒഴിവാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, വൽയസിൽ റഹ്മഹു, അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ദുർമരണങ്ങളിൽ നിന്നും ഒഴിവാകാം എന്ന് അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ബന്ധങ്ങൾ നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഉള്ള ദോഷം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ യുഖ്ബലു അമലു ഖാതി റഹ്ബി. അസറസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ തട്ടിക്കിടക്കാണ്, മുകളിൽ പോയിരുന്നില്ല. അവരുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. കുടുംബ ബന്ധം മുറിച്ച ഒരവസ്ഥയിലാണെങ്കിൽ അമൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും, ആ അമലൊക്കെ ആകാശത്ത് പോയിരില്ല, അവിടെ തടഞ്ഞ് അവിടെ കിടക്കും. അപ്പൊ തോന്നി, അപ്പോ നമ്മൾ ആരിട്ട തെറ്റില് നമ്മൾ ന്യായം എന്താ? നമ്മൾ ശ്രമിച്ചത് ഓര് നിൽക്കുന്നില്ല, പക്ഷെ ഈ ബന്ധം എന്നാലേ നമ്മൾ ആവശ്യം, അവരെ മാത്രം ആവശ്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു ദിവസം പെരുന്നാളുണ്ടെന്ന് അല്ലെ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് കയറി ചെന്നു, ഇതുവരെ പോകാത്ത ബന്ധം പിടിച്ചൊരു വീട്ടിലേക്ക്. ചിലപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു ഉള്ളെന്ന് പറയും, ആ വന്നിട്ടുണ്ട് അങ്ങനെ വരട്ടെ. കാരണം ഒരു ജയിച്ചു, നമ്മൾ തോറ്റു, ആയിക്കോട്ടെ നമ്മൾ തോറ്റു, നമ്മൾ വീട്ടിൽ ചെന്നു. ഒരു പക്ഷേ അപ്പൊ നല്ല പ്രതികരണം കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ ഓരോ മനസ്സ് പറയും, എന്നാലും പഠിച്ചോനെ ഇവിടെ വരെ കേറി വന്നില്ലേ, നമ്മള് ഒന്ന് വാതില് തുറന്നൊന്ന് സംസാരിക്കാത്ത മോശമായി പോയി എന്നോരെ മനസ്സിലുണ്ടാവും. അഥവാ കുടുംബ ബന്ധങ്ങൾ അറ്റുകിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നാക്കി കൊണ്ടുപോകൽ നമ്മൾ ആവശ്യം. കാരണം നമ്മുടെ അമലുകൾ ആകാശത്തേക്ക് ഉയരണം, അല്ലാഹു അത് സ്വീകരിക്കണം. മാത്രമല്ല കുടുംബ ബന്ധവൻ മുറിച്ചവന് സ്വർഗമില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ ഈ പറഞ്ഞ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്തോണ്ടും ഒക്കെ ഉണ്ടാവേണ്ട ഒരു ഗുണാണെന്ത്? കുടുംബ ബന്ധം. അപ്പൊ കുടുംബ ബന്ധം മുറിച്ച് കണ്ട് കഷ്ണാക്കുക. സുബൈക്ക് ഫസ്റ്റ് സഫില് നമ്മളവിടെ ഉണ്ട്, നോമ്പിന് തറാവീഹിന് വളരെ മുമ്പിലുണ്ട്, പക്ഷെ മൂപ്പരെ ബാക്കി കാര്യങ്ങളൊക്കെ അബദ്ധം. ഇതിന്റെ അർത്ഥം എന്താ? നിസ്കാരത്തിന്റെ രൂപത്തിലേക്കായിട്ടില്ല, നോമ്പിന്റേതായ അർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നോമ്പ് നിസ്കാരം ഒഴിവാക്കണം എന്നല്ല, പക്ഷെ ആ നോമ്പും മറ്റു ഇബാദത്തുകളൊക്കെ അതിന്റെ അർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം സഹോദരിമാരും സഹോദരന്മാരും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അറിവിൽ അങ്ങനെ കുടുംബബന്ധം മുറിച്ചൊരവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര ന്യായമായിരിക്കും. നിങ്ങളെ പറയുമ്പോഴൊന്നല്ല, നിങ്ങളെ ക്ലാസ് പറഞ്ഞപ്പോൾ ഓനോട് ചെയ്തെനിക്ക് അറിയോ, ഭയങ്കര വർത്താനൊക്കെ ഉണ്ടാവും, ഒക്കെ കേട്ടുകൊടുക്കുക, എല്ലാം കേട്ടുകൊടുക്കുക. ശരി ആയിക്കോട്ടെ, അതുകൊണ്ട് ഇങ്ങനെ പോകണമെന്നാ? അല്ല, അങ്ങനെ പോകണമെന്നല്ല, എന്നാലേ നിങ്ങൾ അമല് ഇപ്പൊ സ്വീകരിക്കുന്നില്ല, നിങ്ങൾക്ക് സ്വർഗമല്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് നന്നാവണം. ചിലപ്പോൾ നമ്മൾ മധ്യസ്ഥനാവേണ്ടി വരും. ഞാൻ ഈ സംസാരം ഇപ്പം ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, ഒരു ഇടയ്ക്കൊരാളില്ലാത്തുണ്ടാക്കി ചില ബന്ധമൊക്കെ. അവിടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് എന്താ ലാഭം? ലഅല്ലകും തുർഹമൂൻ, പടച്ചോന്റെ കാരുണ്യം വരും. തെറ്റി നിൽക്കുന്ന രണ്ടാൾക്കാരെ നമ്മൾ യോജിപ്പിച്ചാൽ പടച്ചോന്റെ കാരുണ്യം നമുക്ക് കിട്ടും. അതല്ലേ നമുക്ക് ആവശ്യം. അവിടെ ഒരു ഈഗോ, ഒരു ദുരഭിമാനം നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തോൽക്കാൻ തയ്യാറാവുക, ദുനിയാവിൽ തോൽക്കാൻ തയ്യാറാവുക. എന്തിന്? പരലോകത്ത് വിജയിക്കാൻ. മാത്രമല്ല, രണ്ടാളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ആദ്യം സലാം പറഞ്ഞവർക്ക് ആ പടച്ചോന്റെ ഒന്നാം സ്ഥാനം. ആരാ മുൻകൈ എടുക്കുന്ന അവർക്കാണ് കൂടുതൽ സ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വളരെ വളരെ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് കുടുംബത്തിലൊക്കെ അകൽച്ചകളും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അതൊക്കെ നമ്മൾ ആലോചിച്ചും പഠിച്ചും അതെല്ലാം ക്ലിയർ ആക്കി നമ്മളാകുന്ന വ്യക്തി മരിച്ച ആൾക്കാർ പറയാൻ വേണ്ടി ചെയ്യണമെന്നല്ല, എന്നാലും കുടുംബബന്ധത്തിന്റെ കാര്യത്തിൽ അയാൾ നല്ല ശ്രദ്ധ ഉണ്ടായിരുന്നു. ഒരു വൈകുന്നേരം സഹോദരിമാര് വൈകുന്നേരം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെ കുടുംബക്കാരുടെ തൊട്ടടുത്ത് നമ്മളിന്ന് വെറുതെ അവിടെ കയറി ഇറങ്ങാം, എന്തൊക്കെ കണ്ട് അമ്മയെ വർത്താനൊക്കെ എന്തൊക്കെ ഉണ്ട് ഒന്ന് വർത്താനൊക്കെ സലാമ പറഞ്ഞ് പോയി, എത്രേ ഉള്ളൂ. ഈ അകലെയാണെങ്കിലോ നമ്മൾ പെട്രോൾ ചെലവഴിച്ച് അതേ പ്രത്യേകം കൂലിട്ടും
കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നമ്മൾ യാത്ര, ചില ആൾക്കാരുണ്ട് പെരുന്നാൾ വരുമ്പോൾ അവർ അതേ സ്റ്റാൻഡേർഡിലെ കുടുംബക്കാരായിട്ട് ബന്ധപ്പെടും. ഇങ്ങോട്ട് പോകുമ്പോൾ ബിരിയാണി കഴിക്കും, നമ്മൾ അവിടെ ബിരിയാണി കഴിക്കും, എന്നാൽ വേറെ പാവപ്പെട്ടുണ്ട് ആ ഭാഗത്ത് കാര്യം പോകില്ല. അങ്ങനെയല്ല. ആ സമയത്ത് നമ്മൾ പെരുന്നാളിന്റെ തലേ ദിവസം നമ്മുടെ കുടുംബത്തിൽ ശരിയാട്ടോ അവിടെ ഒരു പാവപ്പെട്ട ഒരു അമ്മായി നാളെ നമുക്ക് അവിടെ പോകണം, കാറൊക്കെ എടുത്ത് അവിടെ ചെന്നാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളൊക്കെ അവിടെ വരുമോ? കാരണം നമ്മൾ വലിയ പണക്കാരും ഓരൊക്കെ വളരെ പാവപ്പെട്ട കാണുന്നത് ഒരു അത്ഭുതം. അതിലൊക്കെയാണ് നമുക്ക് ബർക്കത്ത്. പടച്ചോൻ ഏത് പോയിന്റിലാണ് നമ്മളെ പരിഗണിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിഗണന കിട്ടുന്ന രൂപത്തിൽ കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ, അവിടെ എവിടെയെങ്കിലും വിള്ളലുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. രണ്ടാമത്തത്, നമ്മൾ പരലോക വിശ്വാസി കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, പരലോകത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറട്ടെ. അപ്പോ ധാരണ പറഞ്ഞത് അള്ളാഹിൽ വിശ്വാസമുണ്ടോ, പരലോകത്തിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അയൽവാസിയുമായി തെറ്റി നിൽക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. ഈ അയൽപക്കവുമായി ബന്ധപ്പെട്ട വഹീകൾ ഇങ്ങനെ വന്നപ്പോ സഹാബികൾ പറയാണ്, പടച്ചോനെ ഈ സ്വത്ത് ഓതി വെക്കുമ്പോ ഒരു ഭാഗം ഓർക്കും കൊടുക്കണം എന്നെങ്ങാനും വരുമോ? അങ്ങനെ വന്നിട്ടില്ല. അത്ര ഗൗരവത്തിലാണ് ഞങ്ങള് ഈ അയൽവാസികളുമായി ബന്ധപ്പെട്ട. ഈ അയൽവാസി പറഞ്ഞപ്പോ അയൽവാസിന്റെ മതവും ജാതി പറഞ്ഞിട്ടില്ല. അയൽവാസി ഏത് മതക്കാരനാകട്ടെ, ഏത് ജാതിക്കാരനാകട്ടെ, അയൽവാസിയാണോ അവരുമായി നല്ല ബന്ധം ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് അയൽപക്കക്കാർ, ഇനി അയൽക്കുമാര് തെറ്റെന്നിരിക്കാം, ഓര് ഇങ്ങനത്തെ പറയുന്നത് ഓര് വേസ്റ്റ് കൊണ്ട് ഇവിടെ ജീവിക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അയൽവാസിയുടെ വേസ്റ്റ് വെള്ളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ശരി, നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ഓരോട് പറയാം, അത് ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട് നമുക്ക് പറയാം, ഓരോ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അത് ശ്രദ്ധിക്കും. എപ്പോൾ ഖുർആൻ പറഞ്ഞു, നീ ഏറ്റവും നല്ലത് കൊണ്ട് നിന്നോട് ശത്രുത പുലർത്തുന്ന ആളോട് നീ ഏറ്റവും നല്ലതോട് പ്രതിരോധിക്കുക. ആ വേസ്റ്റ് വെള്ളം അവിടെ ഇരിക്കെ തന്നെ നമ്മൾ നല്ല ബന്ധം. അവരുടെ ഒരു മാങ്ങ ഇങ്ങോട്ട് വീണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. ഇവിടെ ഒരു അതിഥി വന്നപ്പോൾ കൊണ്ടുവന്ന മുട്ടായി 2 ആടെ കൊടുത്തു. ഒരു പറയും, എന്നാലും നമ്മളും ഒരു മനുഷ്യന്മാരാണ്, ഇങ്ങനൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരെ പറമ്പിൽക്കല്ലേ നമ്മളെ വേസ്റ്റ് വെള്ളം പോടുന്നത്, ഒരു വേഗം ശരിയാക്കും. അതുകൊണ്ട് തിന്മയെ നല്ലത് കൊണ്ട് നല്ല ഖുർആൻ പറഞ്ഞത്, തിന്മയെ നല്ലത് കൊണ്ട് പ്രതിരോധിക്കാനല്ല. നീ ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക. ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച സൂറത്ത് വിശുദ്ധ ഖുർആൻ അതിന്റെ അധ്യായത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് ഈ 2 ബന്ധങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് വേണം. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈമാനും നമ്മുടെ ദീനീ ജീവിതവും ക്ലിയർ ആകണം. അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായി നമ്മൾ സ്വീകരിക്കുക. നമ്മൾ പറയുന്നുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കൊരു റോൾ മോഡലുണ്ട്, എനിക്കൊരു മാതൃകയുണ്ട്. അതാരാണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളയെ സ്നേഹിക്കാതെ, റസൂലുള്ളയോട് ഹുബ്ബ് വെക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം, എന്നെ അനുസരിക്കണം. യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, റസൂലുള്ളയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. റസൂലുള്ളയെ അനുസരിക്കൽ ശ്വാസോച്ഛ്വാസത്തിൽ വരെ ഉണ്ട് എന്ന് പറയാവുന്ന അത്രയധികം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാവുമായി ബന്ധപ്പെട്ടുണ്ട്. എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തിബാവുണ്ട്, അഥവാ റസൂലുള്ളയെ അനുസരിക്കലുണ്ട്. അത് പഠിച്ചു ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഒരു വ്യക്തിയുടെ ജീവിതം തുടങ്ങലാണെങ്കിൽ ഇത്തിബാവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും സുബഹിക്ക് മുമ്പല്ലാതെ എഴുന്നേറ്റിട്ടില്ല. അപ്പൊ റസൂലുള്ള സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കും.
നമ്മളിൽ എത്ര പേർക്ക് അതിന് സാധിക്കും? ചില ആൾക്കാർ പറയാം സുബൈക്കന്നെ എണീക്കല്ലേ, സുബൈക്ക് മുമ്പ് എണീക്കാൻ പറയാം. എൻ്റെ കാര്യം ഇപ്പം അങ്ങനെ, അല്ല സുബൈക്കന്നെ എണീക്കില്ല, 6 എണീക്കില്ല, മുമ്പ് ഒരാളൊന്ന് ബെല്ലടിച്ചപ്പോൾ ഞാൻ എണീച്ചെന്നൊക്കെ പറയും. ആരോടും പറയാൻ പോകണ്ട, ഒക്കെ മാറ്റണം നമുക്ക്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കും. ഇതിന്റെ കാര്യം പഠിച്ചവരോട് ദുആ എടുക്കാൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ദുആ സ്വീകരിക്കുന്ന സമയത്താ സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. നിങ്ങൾ ദുആ ചെയ്തോളൂ, ഞാൻ ഉത്തരം ചെയ്യാം എന്ന നിലപാട് സ്വീകരിക്കുന്ന സുബഹിക്ക് മുമ്പ്. നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രശ്നവും പ്രയാസവും നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പറയും. എൻ്റെ മോൻ്റെ കാര്യം എങ്ങനെയാണ്, ഐശക്കുട്ടിയേക്ക് അറിയോ എൻ്റെ വിഷമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പരാതിപ്പെട്ടിട്ടാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ വിഷമങ്ങൾ പഠിച്ചോനോട് പറഞ്ഞാ? പഠിച്ചോണ്ട് പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ആൾക്കാരോട് ഒരു പ്രയാസം പറയുമ്പോൾ ഒരു സമാധാനം കിട്ടത് ഓക്കെ, ഇത് പറയേണ്ടത് ആരോടാ? എഴുന്നേൽക്കുക, ഒതുകൊടുക്കുക, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, 2 കൈ ഉയർത്തിയിട്ട് കരഞ്ഞിട്ട് അങ്ങോട്ട് ദ്വാരക്കുക. എല്ലാം പറയേണ്ട റബ്ബിനോട്. ഇതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി. അതായിരുന്നു അള്ളാഹുവുമായുള്ള ബന്ധം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുദൃഢമാക്കി. അപ്പോ അള്ളാഹുവിന്റെ 99 നാമവിശേഷണങ്ങളുണ്ട്. അത് വലിയൊരു വിഷയമാണ്. അതിലൊരു വിശേഷണം എന്താ പറയുന്നത്? അള്ളാന്റെ വിശേഷം അൽ വദൂദ്. അള്ളാന്റെ വിശേഷണം ഏറ്റവും സ്നേഹമുള്ളവൻ. അള്ളാന്റെ പ്രത്യേകത ഏറ്റവും നമ്മെ സ്നേഹിക്കുന്നവൻ. എന്നെയും നിങ്ങളെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി പറയാം? ചില ആൾക്കാർ കുട്ടികളൊക്കെ പറയും മിക്കവാറും ഉമ്മയാണ് എന്ന് പറയും. ചില ആൾക്കാർ കല്യാണം കഴിച്ചൊരു എൻ്റെ ഭർത്താവാണ്, അല്ലെ എൻ്റെ ഭാര്യയാണ്, മകനാണ്, മകളാണെന്നൊക്കെ പറയും. ആ ഉത്തരമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നോട്ടെ. നമുക്കൊരു അപകടം പറ്റി, തുടയെല്ലും പൊട്ടി, കയ്യിൻ്റെ എല്ലും പൊട്ടി, നമ്മളിങ്ങനെ പറ്റിക്കിടക്കണം. ബ്രഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കൈ പൊട്ടിപ്പോയി. ബാത്റൂമിൽ പോകാൻ പറ്റുമോ? ഇല്ല, തുടയെല്ല് പൊട്ടിപ്പോയി. എന്തായിരിക്കും അവസ്ഥ? ആദ്യ ദിവസങ്ങളിലൊക്കെ എത്ര സന്ദർശകർ എന്നോണ്ടും പേടിക്കേണ്ടവരൊക്കെ അതേ സ്പീഡിലങ്ങ് പോവുകയും ചെയ്യും അല്ലേ? പിന്നെ അടുത്ത കുടുംബക്കാരൊക്കെ ഇടക്കിടക്ക് വരും, അയൽവാസികൾ വരും. പിന്നെ ഇതൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞ് മാസം ഇങ്ങനെ കഴിയുന്തോറും നമ്മളിങ്ങനെ ഒറ്റപ്പെടും. 4 കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെ എത്തിയത് എപ്പോഴും നോക്കിയാൽ തോക്കി പോലെ ഒരു നിർത്തി. അവസാനം നമ്മളിങ്ങനെ ഒറ്റപ്പെടുകയാണ്. ഇങ്ങനെ ഒറ്റപ്പെടുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും നമ്മൾ വിചാരിക്കാം ഉമ്മ അടുത്ത് തന്നെ ഉണ്ടാവും. എത്ര ആരൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഉമ്മ അടുത്ത് തന്നെ ഉണ്ടാവും, അല്ലെ ഭർത്താവ് അവിടെ ഉണ്ട്, അല്ലെ ഭാര്യ അവിടെ ഉണ്ടാവും, മക്കൾ അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു 6-7 കൊല്ലത്തായി. അപ്പോ നമ്മുടെ വീട്ടില് ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു. അപ്പോ നമ്മളെ വീട്ടുകാർ വിചാരിച്ചു നമ്മൾ കിടക്കുകയാണ്, ഈ കല്യാണത്തിന്റെ വിശേഷമൊക്കെ നമ്മളും കേട്ടോട്ടെ വിചാരിച്ചിട്ട് ഈ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ ചുറ്റുഭാഗത്തും കസേരയും സ്റ്റൂളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പറയും എന്നാ കല്യാണം? അത് പിന്നെ ഞായറാഴ്ച ആണ്, എനിക്ക് സമയമല്ല, മറ്റടുത്തൊക്കെ പോകേണ്ടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തലേ ദിവസം തന്നെ വരണം എന്നാണ്. അപ്പൊ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെ ഭർത്താവ് സന്തോഷം. പിന്നെ ഞങ്ങളെല്ലാം പോയി, എല്ലാവർക്കും പോകാൻ പറ്റില്ലോ, നമ്മുടെ ഇവിടെ കിടക്കില്ലേ? അപ്പൊ എല്ലാവർക്കും കല്യാണത്തിനാൻ പറ്റൂല. കാരണം എന്താ? നമ്മളിവിടെ ഉണ്ട്. അത് നമ്മളിങ്ങനെ കാണാൻ രംഗം പഠിച്ചോനെ. എന്റെ ഉമ്മാക്ക്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യക്ക് ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാണ്ട് തടസ്സം ഞാനായിപ്പോയല്ലോ, ഞാൻ അവഗണിക്കപ്പെട്ടവനായിപ്പോയല്ലോ, ഞാൻ അവഗണിക്കപ്പെട്ടവളായി, ഞാനൊരു ഭാരമായിപ്പോയല്ലോ എന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പോലും നമ്മളൊരു ഭാരമായോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരാൾ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം ബാധിച്ചു. അപ്പൊ അയ്യൂബ് നബി പറയുന്ന രോഗം മാറ്റി തരണമെന്നല്ല, നീയാണ് റഹ്മാനും റഹീമും. അപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഉപ്പയോ ഉമ്മയോ മകനോ മകളോ ഭർത്താവോ ഭാര്യയോ അല്ല. ആരാ? നമ്മുടെ ഉമ്മയെ സൃഷ്ടിച്ചവൻ, ഉമ്മയിലൂടെ ആ സ്നേഹം നമുക്ക് നൽകിയവൻ, നമ്മുടെ ഭർത്താവിനെ സൃഷ്ടിച്ചവൻ, നമ്മുടെ ഭാര്യയെ സൃഷ്ടിച്ചവൻ. നമുക്കൊരാൾ ഒരു മൊബൈൽ തന്നു, മൊബൈലിനോടാണോ ഇഷ്ടം, മൊബൈൽ തന്ന ആളോടാണോ ഇഷ്ടം? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എങ്കിൽ ഉമ്മയോടല്ല കൂടുതൽ ഇഷ്ടം, ഉമ്മയെ നൽകിയവനോട്. ഭാര്യയോടോ ഭർത്താവിനോടോ മകനോടോ മകളോടോ അല്ല, ആ മകനെ മകളെ ഭർത്താവിനെ ഭാര്യയെ നമുക്ക് നൽകിയവനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശരി, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദ്, ഏറ്റവും സ്നേഹമുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയ പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോല.
ദാമ്പത്യം പോലെ ഭർത്താവ് അവഗണിച്ചു, ചവിട്ടി തേച്ചു. ഭർത്താവ് ഒന്നും ശ്രദ്ധിച്ചില്ല. ഭാര്യക്കൊരു പ്രശ്നമില്ല. എന്താ കാര്യം? പരലോകമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചോൻ. ആ പടച്ചോന്റെ അടുത്ത് എനിക്ക് പോകണം. മാലിക് യൗമിദ്ദീൻ വല്ലാത്തൊരായത്തത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. അൽഹംദുലില്ലാ എന്നുള്ളതിന് ഒരു കാരണം. പടച്ചോനെ അൽഹംദുലില്ലാ എന്ന തുടക്കം ഫാത്തിഹയല്ലേ. എന്നിട്ട് എന്താ പറയുക? ഒരു കാരണം, നീ പിന്നെ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ്. അപ്പൊ മരണാനന്തര ജീവിതമുണ്ട്, അത് നിശ്ചയിച്ചോനാ പടച്ചോൻ. അപ്പൊ പടച്ചോനെ പറ്റി യഥാവിധി പഠിച്ചാൽ ആത്മഹത്യ എന്നത് സംഭവ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ ജീവിതമൊക്കെ പോയി ആരും പറയില്ല. എങ്ങനെയാണെങ്കിൽ അല്ലാഹു ആരാണ് എന്ന് കൃത്യമായി പഠിച്ചാൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലാഹുവാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ഇനി എന്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോട് ഒരു കാര്യം പറയാൻ മധ്യസ്ഥം വേണോ? ചിലപ്പോ ഈ പിന്നെ വിനോദയാത്ര പോകും കുട്ടികൾ, പഠനയാത്രയൊക്കെ പോകുമ്പോൾ 4500 രൂപയാണെന്ന് പറഞ്ഞ് +2 പോകാൻ വാപ്പനോട് ചോദിക്കാൻ ഒരു പേടി. ഉമ്മ ഒന്ന് മണിച്ച്, ഉമ്മ നല്ല മല്ല ഒന്ന് വാപ്പനോട് പറഞ്ഞിട്ട് എനിക്കൊരു 4500 രൂപയാണ്. അപ്പൊ വാപ്പനോട് ഒരു 4500 രൂപ വാങ്ങിത്തരാൻ ഉമ്മാനെ പിടിക്കും. അടുത്ത ചോദ്യം, ഉമ്മാനോട് ഒരു 4500 കിട്ടാനോ? അതൊന്നും എടുക്കന്നെ. എന്റെ ഉമ്മന്റെ അല്ലേ, സ്നേഹം കൊണ്ടുള്ള അവകാശം. ആ ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പടച്ചോനോട് ഒരു കാര്യം പറയാൻ ഇടക്കാള് വേണോ? ശരിക്കും ചിന്തിക്കണം. അൽ വദൂദാണ് പടച്ചവനെങ്കിൽ, ഏറ്റവും സ്നേഹിക്കുന്നവനാണ് പടച്ചവനെങ്കിൽ, ആ പടച്ചവനോട് എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് പറയാൻ, എന്റെ കടം നീക്കിത്തരണേ എന്ന് പറയാൻ, എനിക്ക് ഈമാനോടുള്ള മരണം വേണമേ എന്ന് പറയാൻ ഇടക്കാള് വേണോ? ഇടക്കാരും വേണ്ട. കാരണം ഇതാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്ത് ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടക്ക് അല്ലാഹു പറയാണ്, മുഹമ്മദ് നബിയെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. അപ്പോൾ റബ്ബിനോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബിനോട് നേരിട്ട് നമ്മൾ പറയും. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എഴുതി വെച്ചു, വഇദാ സഅൽത ഫസ്അലില്ലാഹ്. ഷെയ്ഖ് പറയാം, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. അപ്പൊ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലാഹുവോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് തുറന്ന് പറയാം. അതിന് ഒരാളോട് പറഞ്ഞ് അയാൾ ഉദാഹരണമായിട്ട് നമ്മൾ വിചാരിക്കാം, ഇപ്പൊ ഇവിടെ ഭരിച്ചെടുക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. നമ്മളെ മോക്ക് +2 പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരാണ് പേടി. നമ്മള് ആ മരിച്ചെടുക്കുന്ന ആളെ കബറിന്റെ അടുത്ത് പോയി, ശരിയേ എൻ്റെ മോൻ, ഞാനിങ്ങനെ എൻ്റെ മോളിങ്ങനെ +2 പരീക്ഷ എഴുതി, നിങ്ങൾ ഒന്ന് പഠിച്ചവനോട് പറയും അതൊന്ന് ഒരു ഫുൾ A+ ആയി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഷെയ്ഖ് പഠിച്ചോണ്ടിരുത്ത്. പഠിച്ചു ചെയ്യാരാ? ഞാൻ തളിപ്പറമ്പിലുള്ള ഷെയ്ഖ്. ആ പഠിച്ചോ, ആ തളിപ്പറമ്പിലാണല്ലേ. എന്താ വന്നത്? അത് അവിടെ 7-ാം മൈൽ ഭാഗത്ത് നിന്ന് വീട്ടിൽ ഇന്നൊരു മോളുണ്ട്. അങ്ങനെ മോളുണ്ട് പഠിച്ചോളേ. എന്നിട്ട് ഓള് പ്രാവശ്യം പഠിച്ചോട്ട് പറഞ്ഞു കൊടുക്കുക, ഓള് ഈ പ്രാവശ്യം +2 എഴുതി പഠിച്ചോ. ഓള് എഴുതിയിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഒരു പെണ്ണ് അവരുടെ അടുത്ത് വന്നേനും ഫുൾ A+ കിട്ടുന്ന ഒരാഗ്രഹം. അപ്പൊ പഠിച്ചോ മനുഷ്യൻ നിങ്ങൾ ആലോചിക്കേ, ഈ കുട്ടിയെ സൃഷ്ടിച്ചതാരാ? പഠിച്ചോ. ഈ 7-ാം മൈൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അടങ്ങ് സൃഷ്ടിച്ചതാരാ? പഠിച്ചോ. ഈ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നതാരാ? പഠിച്ചോ. ഈ കുട്ടി പരീക്ഷ എഴുതുന്ന കാര്യം പഠിച്ചോനറിയാം. നിങ്ങളെല്ലാവരും കൂടി ഈ പരിപാടി എന്നെ പിടിച്ചൊരു ജീപ്പിലിട്ടിട്ട് നേരിട്ട് വാപ്പൻ നിങ്ങളെ മോൻ സലീമാണ്. അപ്പൊ ശരി, എന്റെ മോൻ തന്നെ അല്ലേ? സ്വന്തം വാപ്പക്ക് മോനെ പരിചയപ്പെടുത്തി, അതിലും വലിയ അബദ്ധമാണ് സൃഷ്ടിച്ച പടച്ചോന് സൃഷ്ടികൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാം. അത് വന്നാൽ ഞാൻ പറഞ്ഞ ഈമാനെ ബാധിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരെ തള്ളിപ്പറയുന്ന, അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല. ഒരു വാക്ക് പറയാൻ പാടില്ല. മഹാന്മാരെ ബദരീങ്ങളെ സ്നേഹിക്കാത്തവർ നരകത്തിലാണ്, ഒരു സംശയമില്ല. കാരണം ബദരീങ്ങളുടെ നേതാവാരാ? മഹാനായ നബി കരീം
സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയെ സ്നേഹിച്ചില്ലെങ്കിൽ, സ്വഹാബത്തിനെ സ്നേഹിച്ചില്ലെങ്കിൽ അത് സ്വർഗ്ഗത്ത് പോകാൻ പറ്റുമോ? അപ്പൊ ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ഒരു സംശയമില്ല. രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ബദരീങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. രണ്ട്, ബദരീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുക. ബദരീങ്ങൾ നേതാവിനെ പറ്റിയ റസൂലുള്ളാഹിയാണ്. ആ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി രക്ഷക്കും സമാധാനത്തിനും ദുആ ചെയ്യണം. ഖുർആൻ കൽപ്പനയാണ്. സ്വലാത്ത് വെറും സുന്നത്തല്ല. അള്ളാന്റെ റസൂലിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. മറ്റു മതങ്ങളിലോ ബഹുമാന്യരായ ഹൈന്ദവർ, ക്രൈസ്തവർ അവരെങ്ങ മഹാന്മാരെ സ്നേഹിക്കുന്നത്, ആ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇസ്ലാമിലോ നിങ്ങൾ അള്ളാന്റെ റസൂലിന് വേണ്ടി എന്താ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. ഇതാണ് എല്ലാ തഹിയ്യാത്തിലും നമ്മൾ ദ്വാരക്കുന്നത്. കമാ സ്വല്ലൈത കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് ഒരബദ്ധവും ഒരു തകരാറും നമുക്ക് വരുന്നില്ല എന്ന് ഉറപ്പിക്കണം. ഇപ്പൊ നമ്മളെ ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മരിച്ചാൽ നമ്മുടെ മോനോടോ ഒരാളും പറയാതെ ഓനിങ്ങനെ ബൈക്ക് പോയി ഇങ്ങനെ പോകുമ്പോൾ ബൈക്കാട് സൈഡാക്കി, എന്നിട്ട് ഖബർസ്ഥാനിലേക്ക് ഇങ്ങോട്ട് വന്നു. അവിടെ ആരാളുള്ളത്? നമ്മളെ ഖബറിന്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ, ഖബറാളികൾക്ക് സലാമൊക്കെ പറഞ്ഞ് എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന ആൺകുട്ടികൾ, ഖബറിന്റെ അടുത്ത് വന്ന് ഖബർ സിയാറത്ത് നടത്തുന്ന ആൺകുട്ടികൾ നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് വലിയ സമ്പാദ്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ മരിച്ചാൽ എല്ലാം മുറിഞ്ഞു പോകും. ഇൻകത്താമലഹു ഇല്ലാ മിൻ സലാസ. മൂന്നെണ്ണ വാക്യൊക്കെ എന്ത് ചെയ്യും? മുറിഞ്ഞു പോകും. അതിൽ മൂന്നാമത്തത് പറഞ്ഞു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. പെൺകുട്ടികളാണെങ്കിൽ ഖബറിന്റെ അടുത്ത് പോകേണ്ട ഒരു ദ്വാരം. അപ്പൊ നമ്മൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം നമുക്ക് 10 ഏക്കർ സ്ഥലമല്ല, 2 ഫ്ലാറ്റ് അല്ല, 20 പവൻ സ്വർണമല്ല. അതൊക്കെ എന്താ സംഭവിക്കുക? നമ്മളെങ്ങാനും മരണപ്പെട്ടാൽ അതെല്ലാം മറ്റുള്ളവർക്കുള്ളതാണ്. മരിച്ച് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു വ്യവസ്ഥ ഉനക്ക് കിട്ടാണ്ടേ, ഒരൊക്കെ ബാധിച്ച കൊണ്ടുപോകും. ഇനി നമ്മളെ സ്വർണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടെടുക്കും. അതൊക്കെ പോയി ബാക്കിയുള്ള ലോഹരിച്ചെടുക്കും. പക്ഷെ അവിടെ നമുക്ക് ബാക്കിയാകുന്നുണ്ട്. നമ്മളെ മോളെ നമ്മൾ സുബൈക്ക് മോനെ, നീക്ക് മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച് ഓള് ഖുർആനൊക്കെ ഓതി പഠിച്ചോനെ പറ്റിയൊക്കെ നല്ല ബോധമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കട്ടോ, നന്നായി വിദ്യാഭ്യാസിപ്പിക്കണം. ഡിഗ്രി PG ഒക്കെ കുട്ടികളെടുത്തോട്ടെ. പക്ഷെ എന്താ, അവർ ദീനില്ലാത്ത PG ആവരുത്, ദീനില്ലാത്ത MBBS-ഉം ദീനില്ലാത്ത എഞ്ചിനീയറിംഗും ആവരുത്. ദീനോടുകൂടി തന്നെ അത് കിട്ടണം. ഇപ്പൊ ഒരു 3 വയസ്സായ കുട്ടി സദസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ വിചാരിച്ചോളൂ. നിങ്ങൾ 3 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിന്റെ കോലം ഞാൻ പറയാം. നല്ലൊരു തൊപ്പിണ്ട്, കയ്യിലൊരു വാച്ച് ഉണ്ട്, ടൈ കെട്ടിയിട്ടുണ്ട്, സോക്സ് ഉണ്ട്, ഷൂ ഉണ്ട്, വേറൊന്നുമില്ല. ഇതൊക്കെ തൊപ്പി, വാച്ച്, ടൈ, സോക്സ്, ഷൂ. അയ്യേ, ട്രൗസറും കുപ്പായം ഇട്ടിരുന്നെങ്കിൽ, ട്രൗസറും കുപ്പായം ഇടാണ്ട് തൊപ്പിയും ടൈയും വാച്ചും കിട്ടി എന്താ കാര്യം? ഈ ട്രൗസറും കുപ്പായമാണ് ദീന്. MBBS ആകുന്ന തൊപ്പിയും എഞ്ചിനീയറിംഗ് ആകുന്ന വാച്ചും പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ആകുന്ന സോക്സും ഒക്കെ നമുക്ക് വേണം, ഒരു കുഴപ്പമില്ല. പക്ഷെ അടിസ്ഥാന വസ്ത്രം വേണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഡോക്ടർ എങ്ങനെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ ചൂഷണം ചെയ്യും. പാലങ്ങ് തകർന്നു പോകും. കാര്യം ഓനാകെ ചിന്തിച്ച് ഇതിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാനാണ്. അത് ഒഴിവാകണമെങ്കിൽ ദീന് വേണം. അപ്പൊ ദീനുള്ള മക്കൾ നമുക്കുണ്ടെങ്കിൽ 5 കോടി 10 കോടി സമ്പാദ്യത്തെക്കാളും വലുതാണ് ദീനുള്ള ഒരു മോൾ. അവരെന്താ ചെയ്യാ? റസൂലുള്ളാഹി പറഞ്ഞു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. മോളിങ്ങനെ രാത്രി എഴുന്നേറ്റിട്ട് നിസ്കരിച്ചിട്ട് പഠിച്ചോനെ, എൻ്റെ അമ്മ ഇവിടെ അല്ല, എൻ്റെ അമ്മന്റെ റൂമിലും എൻ്റെ അമ്മ മരിച്ചുപോയി, പഠിച്ചോനെ ഖബറിലുള്ളത്, ഈ ഖബർ വിശാലാക്കണേ. റസൂലുള്ളാഹി പറയാണ്, എന്തെങ്കിലും ഒരു ശിക്ഷ ഒരു വ്യക്തി അനുഭവം മക്കളെ ദുആ വന്ന അപ്പളവ് കൊടുക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മളെ മക്കള് ആരും പറയാതെ നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന അവസ്ഥയിലാണോ? അല്ലെങ്കിൽ നമ്മളിത് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു ദീനിയായി നമ്മുടെ കുട്ടികൾ വളരാൻ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അപ്പൊ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, റബ്ബുമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീത് എന്തിനാ ഉണ്ടായത്? മക്കയിലെ നമ്മുടെ ശത്രുക്കൾ, വിശുദ്ധ ഖുർആൻ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ ഒരു ഇബ്രാഹിം നബിന്റെ വിഗ്രഹം ഉണ്ടാക്കി ഇസ്മായിൽ നബിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമ്പോൾ റസൂൽ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്രാഹിം നബി മഹാൻ തന്നെയാണ്, പക്ഷേ ഇബ്രാഹിം നബിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അത് പഠിച്ചവരോട് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ആണ് ബദർ യുദ്ധം ഉണ്ടായത്. ആ ബദരീങ്ങൾ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം ഫസ്തജാബലക്കും, അപ്പോൾ നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പൊ മഹാന്മാരായ ബദരീങ്ങൾ ബദർ യുദ്ധമാകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ആരാരോട് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം. ഇതായിരിക്കണം നമ്മുടെ ഈ നിലപാട്. ഏത് ഘട്ടത്തിലും റബ്ബും നമ്മളും തമ്മിലുള്ള ബന്ധം ശക്തമായിരിക്കണം. ആ ശക്തമായ അവസ്ഥയിൽ ഇപ്പോ ബദരീങ്ങളെ സ്നേഹിക്കേണ്ടത് ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ടല്ല, പടച്ചോനെ ആ ബദരീങ്ങളുടെ മാർഗത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമേ. കാരണം ബദരീങ്ങളുടെ മാർഗത്ത് പോയാലും അതാണ് ഓതിച്ചായത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ. ഏതാ മാർഗം? അത് ബദരീങ്ങളുടെ മാർഗമാണ്, ഉഹ്ദീങ്ങളുടെ മാർഗമാണ്, ശുഹദാക്കളുടെ മാർഗമാണ്, അമ്പിയാക്കന്മാരുടെ മാർഗമാണ്. ആ മാർഗത്തിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ആ ഒരു തറ നമ്മൾ കിട്ടിയാൽ റബ്ബ് സുബ്ഹാനഹു നേർച്ച ഇബാദത്താണ്. നേർച്ച ആർക്കേ പറ്റൂ? പഠിച്ചവർ മാത്രം. വന്ന് വെള്ളിയാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് ഞാൻ നോൽക്കും ഇൻഷാ അല്ലാഹ്. നിർബന്ധമായി സുന്നത്തായ ഒരു കാര്യത്തെ, പുണ്യകരമായ ഒരു കാര്യത്തെ ഞാനത് ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത നേർച്ചയായി. ഇപ്പൊ നേർച്ച ഉണ്ട്, നേർച്ച ഇബാദത്താണ്. ഇബാദത്ത് ആർക്കേ കൊടുക്കാൻ പറ്റും? പഠിച്ചവനെ കൊടുക്കാൻ പറ്റും. എന്നാൽ ഷെയ്ഖിനൊരു നേർച്ച, അമ്പിയാക്കന്മാർക്ക് നേർച്ച പറ്റൂല. എന്താ കാരണം? നേർച്ച ഇബാദത്താണ്, ആർക്കേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റൂ. സത്യം ചെയ്യൽ അള്ളാഹിന്റെ പേരിൽ മാത്രം. അല്ലെങ്കിൽ മിണ്ടാണ്ട് കുത്തിരുന്നോ? നല്ലോണം ശ്രദ്ധിക്കണം. കാരണം മഹാന്മാരെ തള്ളിപ്പറയുന്ന ഒരു വാക്ക്, ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാം. അതാണ് ഞാൻ മൊയ്തീൻ ഷെയ്ഖിന്റെ ഉത്തരണി ഇവിടെ പറഞ്ഞത്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടണം. അപ്പൊ എന്താ? ഇത് വന്നാൽ മനസ്സിലൊരു വിശ്വാസം വരും, പരലോകത്തിന്റെ രക്ഷിക്കാൻ ആരുണ്ടാവില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ പരലോകത്തുണ്ട്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. അങ്ങനെ കാലങ്ങളോളം തലവക്കൂ മുഹമ്മദ്, നിനക്ക് എന്താണ് ആവശ്യം? അപ്പോ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ സ്വർഗത്തിന് നരകത്തിൽക്കുന്നല്ല, പടച്ചോനെ വിചാരണക്ക് എടുക്കുന്ന റസൂൽ എന്നൊക്കെ പറയാനുള്ളത്. എന്നിട്ട് നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും. അപ്പൊ ആ ശുപാർശയിൽ ഉൾപ്പെട്ട് റസൂലുള്ളയോടൊപ്പം സ്വർഗത്തിൽ പോകണമെങ്കിൽ അവിടുത്തെ മാർഗം, അവിടുത്തെ ശുപാർശ കിട്ടാനുള്ള മാർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. അതുകൊണ്ട് നമ്മളുടെ കാര്യത്തിൽ പരലോകത്ത് നമ്മൾ രക്ഷ. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? മുഴുവൻ പാപവും യേശു ഏറ്റെടുത്തു. എല്ലാ പാപവും യേശുവിൽ വിശ്വസിപ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. പോലെ വിചാരം എന്താ? പരലോകത്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് യേശു പിടിച്ച് സ്വർഗത്തിൽ കണ്ടുകൊണ്ടു. ഖുർആൻ പഠിപ്പിച്ചതോ എല്ലാ ഓരോ മനുഷ്യരും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറഞ്ഞു, മോളെ നീ എന്റെ കരളിന്റെ കഷ്ണാണ്, എന്ത് വേണമെങ്കിലും ഉപ്പാനോട് ചോദിച്ചോ, സാധിക്കുന്ന ഉപ്പ തരാം. അടുത്ത വാചകം എന്താ? മോളെ ഞാൻ റസൂലാണെങ്കിൽ എന്റെ മോളാണ്, നിന്റെ തടി നീ നരകത്ത് നിക്കാക്കണം. നാളെ ഫാത്തിമ നരകത്തേക്ക് പോവാണെങ്കിലും ഈ ഉപ്പാക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. ഞാൻ പഠിപ്പിച്ച ഇസ്ലാം ഈമാൻ എനിക്ക് ഉണ്ടെങ്കിലെങ്കിൽ രക്ഷപ്പെടുമെന്ന്. റസൂലുള്ളാഹിയുടെ എടാപ്പയാണ് അബൂ താലിബ്. നരകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹിയുടെ എടാപ്പായിട്ട് നരകത്തിൽ, കാരണം വിശ്വാസത്തിലേക്ക് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ കുറുക്കുവഴിയല്ല സഹോദരങ്ങളെ, നന്നായി അധ്വാനിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ ആ മാർഗത്തിലൂടെ നമ്മൾ അധ്വാനിക്കണം. ആ അധ്വാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ആ അധ്വാനം നടത്താൻ നമ്മൾ തീരുമാനിച്ചാൽ ഉടൻ അടുത്ത കാര്യം നിസ്കാരമാണ്. നമസ്കാരത്തിന്റെ പ്രത്യേകത, ഒരു വീട്ടിൽ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. നമ്മളെ ചെലവിൽ ആരെങ്കിലും ആ വീട്ടിലുണ്ടോ? സമയത്ത് നിസ്കരിച്ചോണം. സുബൈ നിസ്കരിക്കാത്ത ഒരു കട്ടൻ ചായ പോലും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം?
രാവിലെ ഉമ്മ അങ്ങോട്ട് എണീറ്റിട്ട് ഉപ്പ അങ്ങോട്ട് എണീറ്റില്ല. ആൾക്കാർ ഉമ്മാർ എണീക്കണ്ടേന്ന് ചോദിക്കും. നിങ്ങളൊക്കെ നേരത്തെ എണീക്കുന്നത്, ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. ഉമ്മാരെന്നെ എണീക്കും 6 മണിക്കാണ്, പിന്നെ കുട്ടികൾ 10 മണിക്ക് എണീക്കൂലേ. ഇവിടെയൊക്കെ നല്ല സ്ത്രീകളാണ് മനസ്സിലാക്കിയത്. ചില സ്ഥലത്ത് അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങും, രാത്രി വളരെ വൈകിട്ട് ഉറങ്ങും. നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ തോന്നുന്നത്, ഇവിടെയൊക്കെ എല്ലാം ക്ലിയർ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാവശ്യമായി രാത്രി ഉറക്കം വയ്ക്കാൻ പാടില്ല. ആവശ്യങ്ങൾക്കാകാം നേരത്തെ കിടന്നുറങ്ങുക. മിക്കവാറും ആൾക്കാർ ഇന്ന് കിടന്നുറങ്ങൽ മൊബൈലോട് കൂടിയാണ്. മൊബൈൽ ഇങ്ങനെ ചില ആൾക്കാർ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചില ആൾക്കാർ TV വാർത്തയോട് കൂടിയാണ് ഉറങ്ങുക. ചില ആൾക്കാർ എന്തെങ്കിലും തമാശക്ക് കണ്ടാവും. ഒന്നുമല്ല, അങ്ങനെ ഒന്നുമല്ല. ഉറങ്ങാൻ തീരുമാനിച്ചോ, മൊബൈൽ അങ്ങോട്ട് മാറ്റി വെക്കണം. നേരെ ബ്രഷ് എടുക്കണം, ബാത്റൂമിൽ പോകണം, മിസ്വാക്ക് ചെയ്യണം. ആര് പഠിപ്പിച്ചു? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നമസ്കരിക്കാൻ വുളു ചെയ്യുന്നത് പോലെ വുളു എടുക്കണം. നിസ്കരിക്കാൻ ഒതുക്കുന്ന പോലെ വുളു എടുക്കണം. എന്നിട്ടോ ബെഡ് 3 പ്രാവശ്യം തട്ടണം. ചിലപ്പോൾ എന്തെങ്കിലും പൈതാരൊക്കെ ഉണ്ടാവും, അപ്പൊ ആ കാണാം, തട്ടണം. എന്നിട്ട് ദിക്റോട് കൂടി ഉറങ്ങണം. ദിക്ർ കുറെ സമയമുണ്ട്, കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പൊ അവസാനം ദിക്റോട്, എന്നാൽ ഒരു പക്ഷേ ഇത് അവസാനം തുറക്കാവും, നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് സഹോദരിമാരെ, ഇത് നമ്മൾ കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കണം. മൊബൈൽ ഇല്ലാത്ത ആരുപ്പല്ല. ഓക്കെ, മൊബൈൽ അവിടെ വെച്ച് എന്നിട്ട് ഉറങ്ങാൻ വേണ്ടി ആരെങ്കിലും നിസ്കരിക്കും മൊബൈൽ ഉപയോഗിക്കുക. നിസ്കരിക്കും ആരെങ്കിലും മൊബൈൽ ഒക്കെ ഉണ്ടോ? ഇല്ല. അതൊരു ഇബാദത്താണ്. അതേപോലെ ഉറക്കൊരു ഇബാദത്താണ്. അതിലേക്ക് പോകുമ്പോൾ ചില പുരുഷന്മാരോട് പറയാനുള്ള, ചില ആൾക്കാർ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോൾ മൊബൈൽ വെച്ച് പോകും. മൊബൈൽ എന്താ OTP ഒന്നോ നോക്കുക, സുബൈസ്കാരം സ്വീകരിച്ചോ. എന്താ സഹോദരൻ, ആരെങ്കിലും ഒരാൾ മരിച്ചു വിചാരിക്കും. നമ്മൾ സുബൈ ജമാഅത്തിന് പോയപ്പോ അത് വീട്ടിലേക്ക് ഫോണ് വന്നോളുന്നു. മര്യാദയ്ക്ക് സുബൈക്ക് പോലും പോകാൻ പറ്റുന്നില്ല മനുഷ്യന്മാർക്ക്. പോകാൻ അടവക്ക് പോയാൽ അടവക്ക് മൊബൈൽ നടന്നങ്ങോട്ട് പോയിട്ട് കാറിൽ കയറി പോയിട്ട് ഒരു സ്വസ്ഥത കിട്ടട്ടെ. ദിക്റെല്ലാം വിചാരിക്കും ബൈക്കും മൊബൈലിലേക്ക് നോക്കുക. അപ്പൊ അങ്ങനെ ഒരു മൊബൈൽ അഡിക്ഷൻ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ഇബാദത്തുകളെ ബാധിക്കും എന്നതാണ്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സ്ഥലത്ത് സ്വാധീനമുണ്ടോ അവിടെ നിസ്കാരം നിർബന്ധാക്കണം. നിസ്കാരം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അനുഭവം പറഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷ സ്കൂൾ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ ടൂറ് പോയത് ഏകദേശം 400ഓളം കുട്ടികൾ, നിസ്കരിച്ചത് 27 കുട്ടികൾ. 27 കുട്ടികൾ, ഒരു 10-50 കുട്ടിക്ക് നിസ്കരിക്കേണ്ടതായിരിക്കും. ബാക്കി 10-300ഓളം കുട്ടികൾ ളുഹറുമില്ല, അസ്റുമില്ല, സുബഹിയില്ല. ആര്? എന്റെയും നിങ്ങളുടെയും സമുദായത്തിൽ. എവിടുന്നത് കിട്ടിയത്? എവിടുന്നത് കിട്ടി? നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ മുസ്ലിം ടീച്ചറിന്റെ അവിടെ നിസ്കരിക്കേണ്ടവരൊക്കെ വരുമോ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കുന്നില്ല. ഇതൊരു അടയാളമാണ്. കണ്ണൂരിലെ ഒരു സ്കൂൾ നമുക്ക് കിട്ടിയ ഒരു ഹോട്ട് മെസ്സേജാണ്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കത്തിലേക്ക് പോകുന്നുണ്ട്. ഈ കല്യാണത്തിന്റെ അന്ന് നിസ്കരിക്കാൻ വല്ല ഹദീസുണ്ടോ? കല്യാണത്തിന്റെ അന്ന് ദോറോ ഹദീസുണ്ടോ? ചില സ്ഥലത്ത് കല്യാണപ്പുരയിൽ പോയാൽ തോന്നും, ഓളൊരു മൗലവിച്ച് വന്നിരിക്കുന്നു, നമ്മളാരും നിസ്കരിക്കുന്നവരെ കളിയാക്കുക. അപ്പൊ സഹോദരന്മാരെ, നമ്മളെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ അവിടെ വലിയൊരു റൂം, അതിന്റെ പുറത്തൊരു നമസ്കാര ഹാൾ അടയില്ല. 2 നിസ്കാരക്കുപ്പായ. നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ട് എന്നതിന്റെ പേര് ഒരു കുട്ടിയും നിസ്കാരം ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ വഖത്തിന് നിർവഹിക്കുക. അത് സ്ത്രീകളൊക്കെ റമദാൻ ആയാലും ഓക്കെയാണ്. മറ്റു പലപ്പോഴും ഉണ്ടാവും, ഒരു 3 മണിയാകുമ്പോഴേക്ക് റെഡി ആയാൽ ഒറ്റയ്ക്കായിട്ട് ക്ലാസ് റോഡ് കിട്ടും. എന്താ നിങ്ങൾ ചിരിക്കുണ്ടല്ലോ, ചിലർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. ളുഹറിന്റെ സമയത്ത് ളുഹർ, അസറിന്റെ സമയത്ത് അത് അള്ളാഹ്ക്ക് ഇഷ്ടം സമയത്ത് അത് നിർവഹിക്കുക. അതേപോലെ തന്നെ നിസ്കരിക്കേണ്ടാത്ത സമയം ഉണ്ടാവും. ആ സമയത്ത് ചില സഹോദരിമാര് ദീനുമായുള്ള ബന്ധം ഞാൻ കുറിച്ചിരിക്കുന്നു, ഇനി ഞാൻ കുളിച്ചതിന് ശേഷം തുടങ്ങാം. അല്ല, ഈ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതാൻ പാടില്ലെന്നേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ എന്നാൽ രാവിലത്തെ ദിക്ർ ചെല്ലാം, വൈകുന്നേരത്തെ ദിക്ർ ചെല്ലാം, ഉറങ്ങാൻ കിടക്കുമ്പോഴേ ദുആ ആവാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ മൊത്തം ദീൻ തന്നെ അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വളരെ കൃത്യമായി പണ്ഡിതന്മാര് ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ. വേറെ ചില ആൾക്കാര് വീട്ടിലൊരു മരണം ഉണ്ടായാലും ഭയങ്കര ദീന്, പിന്നെ വാപ്പ മരിച്ചാൽ പിന്നെ വരിക ഭയങ്കര ഖുർആനോത്തും കാര്യം ഇങ്ങോട്ട് വരും. അങ്ങനെയല്ല, ഒരു സീസൺ
തെക്കുവയല്ല. റമദാൻ വന്നാൽ ദീന് കൂടണ്ടെന്നല്ല, റമദാനിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നിത്യമായി ജീവിതത്തിൽ ദീൻ കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുകയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇസ്ലാമുണ്ട്. ഇപ്പൊ ചില പെൺകുട്ടികള് ഇപ്പൊ എല്ലാവരും അഫ്തട്ടല്ല ഇവിടെ, അത് പിന്നെ ഖുർആൻ ക്ലാസ് ആണ് കേട്ട്, അപ്പൊ പിന്നെ മഫ്തണ്ടല്ലോ. ഇതേ പെൺകുട്ടി നാളെ കല്യാണാണെങ്കിലോ മഫ്തൊക്കെ കഴിച്ച് അവിടെ ഒരു പൂവൊക്കെ വെച്ച് ഒരു വലയൊക്കെ ഇട്ട് അല്ല പെണ്ണായി ഖുർആൻ ക്ലാസ്സിന് പോയത്. ഇത് ഇരട്ട മുഖമല്ലേ? അവിടെയാണ് സഹോദരിമാരെ ഇവിടെ വരുന്ന അബദ്ധം. എന്താണ്? ഇസ്ലാമിക വസ്ത്രധാരണം എന്ന അള്ളാഹു നമുക്ക് നിശ്ചയിച്ച, സ്ത്രീകൾക്ക് നിശ്ചയിച്ച യൂണിഫോം, ആ യൂണിഫോമിനോട് ഇഷ്ടമല്ല. കാരണം എന്താ? അതെന്താണെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പൊ ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി എന്റെ യഥാർത്ഥ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം പറയാണ്, ഞാന് ഇപ്പൊ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർ വന്നിട്ട് മഫ്ത കഴിക്കാൻ പറഞ്ഞു, എന്നിട്ട് പൂവിടാൻ പറഞ്ഞു, വല കെട്ടാൻ പറഞ്ഞപ്പോൾ പറയാണ്, എനിക്ക് നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്, എനിക്ക് മൂപ്പര് മാത്രം കാണുന്ന ഇഷ്ടം, എന്റെ ശരീരവും എന്റെ മുടിയും ഒക്കെ എന്നെ കല്യാണം കഴിക്കുന്ന നിങ്ങളാങ്ങള ആ ആങ്ങളെ മാത്രം കാണാൻ എനിക്കിഷ്ടം, എല്ലാവരും കൂടി ഇങ്ങനെ കാണുന്ന എനിക്കിഷ്ടമല്ല. ആ കല്യാണപ്പുരയെ കൊണ്ടുവച്ച് എല്ലാവരും കൂടി വീഡിയോ എടുത്ത് ലോകത്തുള്ള എല്ലാ കഴുകന്മാർക്കും അയച്ചു കൊടുത്ത് ഓരൊക്കെ എന്നെ കണ്ടിങ്ങനെ ആർക്ക് ഇഷ്ടമല്ല എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാ പറയേണ്ടത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ജാഹിലിയ കാലത്തുള്ള പ്രകടനം, സൗന്ദര്യ പ്രകടനം ഒരിക്കലും നമുക്ക് പാടില്ല. അതൊക്കെ കല്യാണത്തിന്റെ അന്നല്ല ആലോചിക്കേണ്ടത്, അതിന് മുമ്പേ ആലോചിക്കണം. നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ചില ആൾക്കാർ പറയൂ, ഇപ്പോഴത്തെ കാലത്ത് മക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സമയം ഉണ്ടായില്ലേ? 7 വയസ്സായപ്പോ 8 വയസ്സ് പറഞ്ഞ അപ്പൊ തന്നെ കഴിക്കാം. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ വീട്, നമ്മുടെ മോള്, നമ്മുടെ മോന്. ഇതൊരു ദുരന്തമല്ലേ? നമ്മുടെ കൺട്രോളിൽ വരും അവർക്ക് തീരെ കിട്ടിയാൽ. അതുകൊണ്ട് ഈ അബദ്ധങ്ങൾ കാണിക്കുന്ന കല്യാണക്കാരൊന്നും ഒറ്റയ്ക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട സത്യം, അതിന്റെ ഹക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈമാനിന്റെ അടിത്തറ ശരിയായാൽ നമസ്കാരം കൃത്യമായി, അത് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരു രക്ഷയില്ല. ദുഹറും അസ്റും നിസ്കരിക്കാൻ മോളെ പഠിപ്പിച്ചു കൊടുക്കണം. നേരെ തിരിച്ച് വീട്ടിൽ വന്ന് ദുഹറും അസ്റും ഒന്നിച്ച് നിസ്കരിക്കണം, ജമ്മും കസ്റുമായിട്ട് നിസ്കരിക്കണം. ഒരു രക്ഷയില്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിലൊക്കെ കുട്ടിക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവും. നിസ്കരിക്കാത്തൊരു സ്വഭാവം വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാകുവാനേ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി സഹോദരിമാരെ സഹോദരന്മാരെ നമുക്ക് വേണം. മറ്റൊന്ന്, ഹലാല് ഹറാമുകൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടി പരലോകത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല. നീ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. അപ്പൊ നമ്മളുടെ സമ്പത്തിൽ സക്കാത്ത് ഉണ്ടോ? നമ്മുടെ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല. ആ സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ പെരുന്നാളിന്റെ ഡ്രസ്സ് വാങ്ങുന്നത് ആ പൈസ കൊണ്ടാ. പാവപ്പെട്ടവന് കൊടുക്കേണ്ട അവകാശമാണത്. അപ്പൊ സക്കാത്ത് കൃത്യമായ ചില ആൾക്കാർക്ക് സക്കാത്ത് എന്ന ദേഷ്യം പിടിക്കും. നിങ്ങൾ നിസ്കാരത്തെ പറ്റി പറഞ്ഞോളി, സക്കാത്ത് തൈമ പിടിക്കുന്ന കാര്യമാണ്. ചില ആൾക്കാർക്ക് സക്കാത്ത് കണക്കൂട്ടാൻ നോക്കിയാൽ പെണ്ണെടുത്താ കടലാസ് കിട്ടൂല, കടലാസ് എടുത്താൽ പെണ്ണ് കിട്ടൂല. രണ്ടും കിട്ടിയാൽ ഉറക്ക് വരും. കണ്ട് കണക്കൂട്ടിയാൽ കൊടുക്കേണ്ടിയില്ലല്ലോ. സക്കാത്ത് വരുമ്പോഴേക്ക് ഇബ്ലീസ് ഭയങ്കര ഇടങ്ങറുണ്ടാക്കലാണ്. പക്ഷേ 68 സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലിശ ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ അല്ലാണ്ട് നടക്കുവോ? പക്ഷെ നിങ്ങൾ ഈ വാളാട്ട് കൊണ്ടുപോയിട്ട് പണയം വെച്ചോളി, മിണ്ടിപ്പോവരുത്. പണയം വെക്കുക വഴി പലിശയുമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുക? മനുഷ്യന്മാർ പൈസത്ത് വായ്പ തരില്ല, മറ്റോരൊക്കെ കൊടുക്കുന്നുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ, നമ്മൾ മാത്രം മോശാൻ പറ്റൂ. ഇതൊക്കെയാണ് സമൂഹത്തിൽ പലിശയിലേക്ക് പോകാൻ. അവിടെ എന്തേ മാർഗം സഹോദരി? ഒന്ന്, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ നമ്മളെല്ലാവരും അറിയണം. ചില വാപ്പാര് പറയും, ഞാൻ ആരെയും ഓളെ അറിയിക്കില്ല, മക്കളെ അറിയിക്കില്ല, ഒരു മുമ്പ് ഇങ്ങനെ കടം വാങ്ങുന്നേ ആരെയും അറിയിക്കില്ല. തെറ്റ്. ഭാര്യ മാത്രം അറിഞ്ഞാൽ പോരാ, മക്കളും അറിയണം. അറിഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? പാപ്പക്ക് മക്കളെ 35 ലക്ഷം ഇപ്പൊ കടണ്ട് എന്ന് മക്കൾ അറിഞ്ഞാൽ, അറിയാതെ മക്കളെ മനസ്സിൽ ദുആ വരും, പഠിച്ചോനെ എന്റെ ഉപ്പാന്റെ കടം വേഗം വീടാൻ തൗഫീക്ക് നൽകണേ, മക്കളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. 2, ചിലപ്പോ മക്കൾ പറയും, അപ്പേ ഏതായാലും കഴിഞ്ഞ 2 പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിയില്ലേ,
ഇപ്രാവശ്യം നമുക്ക് കല്യാണത്തിന് ഡ്രസ്സ് പുതിയ വാങ്ങണ്ടെന്ന് അറിയും. കാരണം ഓർക്കറിയാം വാപ്പന്റെ കടം. അതുകൊണ്ട് കുടുംബ ബജറ്റ്, കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ എല്ലാവരും കുടുംബത്തിൽ എല്ലാവരും അറിയണം. അപ്പൊ ഒരു ഫീലിംഗ് വരും. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? കാരണം എന്താ അറിയോ, മയ്യത്ത് കബറിലേക്ക് അങ്ങോട്ട് വെച്ചാല് കബറിൽ സ്വസ്ഥത കിട്ടണമെങ്കിൽ കടം വീഴാം. ചെറിയ വിഷയമല്ല. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബി മരിച്ചപ്പോ റസൂൽ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കില്ല. ഗൗരവം ആലോചിക്കണം. നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല, കാരണം ഇദ്ദേഹത്തിന് കടമുണ്ട്. അപ്പോൾ സാബ് നബി അത് ഞാൻ ഏറ്റെടുത്തു. അപ്പൊ അവിടുന്ന് അത് കൊടുത്ത് വീട്ടി റസൂലുള്ള ഇമാം. കാരണം എന്താ വെച്ചാൽ ആ കടം വീട്ടിയിട്ടില്ലെങ്കിൽ ഖബറിൽ സ്വസ്ഥതയില്ല, വീട്ടുന്നത് വരെ അത്രയും ഗൗരവമാണ്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് കുടുംബം തന്നെ തകർന്നു പോകുന്ന രൂപത്തിൽ അടിച്ചു പൊളിച്ച് അത് കടായാലും എന്തായാലും പ്രശ്നമല്ല എന്ന നിലപാടിലേക്ക് പോകരുത്. ഇതിപ്പോ സമയം ഏകദേശം 5:45, മഗ്‌രിബ് കൊടുക്കാനായി. നിങ്ങൾ കേട്ടിട്ട് മതിയായിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് മതിയായിട്ടില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യുക? അപ്പോ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തിയ രക്ഷയുള്ളൂ. കാരണം നമുക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ പോകണം. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്കി നമുക്ക് മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് അല്ലെ വേറെ സമയം ചെയ്യാം. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇതിലൊരു തുടർച്ചയ്ക്ക് ഞാനൊരു എളുപ്പ വഴി ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എളുപ്പ വഴിയിലൊരു പറയാം. മിക്കവാറും എല്ലാവരും കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ആ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് പീസ് ഒരു ഗ്യാപ്പ് റേഡിയോ എന്നടിച്ചാൽ നമുക്ക് പീസ് റേഡിയോന്റെ ആപ്പ് കിട്ടും. 24 hours. രാവിലെ നിങ്ങളിങ്ങനെ മക്കൾക്ക് ചോറിന് ഉപ്പേരി ഇങ്ങനെ മുറിക്കുമ്പോൾ പീസ് റേഡിയോ പറഞ്ഞുതരും ഇപ്പൊ ചെല്ലേണ്ട ദിക്റുന്നതാണെന്ന് പറയും. രാവിലെ ചെല്ലേണ്ട ദിക്ർ പീസ് റേഡിയോ പറഞ്ഞുതരും. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഒരു മ്യൂസിക്കില്ല, ഒന്നുമില്ല, 24 മണിക്കൂർ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ദാഹം തീർക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, 24 മണിക്കൂറും നിങ്ങളുടെ കൂട്ടുകാരനായി പീസ് റേഡിയോ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു വീഡിയോ എടുക്കണം, തോന്നുന്ന ഈ ക്ലാസ് ഒന്നുകൂടി കേൾക്കണം, ഇതിന്റെ ഏട്ടത്തിനൊന്ന് കേൾക്കണം, ഇതിന്റെ അനിയത്തിനൊന്ന് കേൾപ്പിക്കണം, എങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു തരാൻ നിങ്ങൾ നമ്മുടെ സഹോദരിമാരെടുത്ത് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക. പുരുഷന്മാരെടുത്തല്ല, സഹോദരിമാരുണ്ട് ഇവിടെ. കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെയുള്ള നല്ല കാര്യങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. അത് നമ്പർ കൊടുത്താൽ മതി. പുരുഷന്മാരുടെ ഭാഗത്തുള്ള ആൾക്കാർ പുരുഷന്മാർക്ക് നമ്പർ കൊടുക്കുക. കാരണം നമ്മൾ ബാക്കി എല്ലാറ്റിനും നമുക്ക് സമയമുണ്ട്, ദീന് മാത്രം സമയമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ പ്രശ്നവും നമ്മൾ ചർച്ച ചെയ്യും, ദീന് ചർച്ച ചെയ്യില്ല. ഇപ്പൊ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിന് പോയിരുന്നു. ക്ലാസ്സിന് പോയോ എന്ന് വെച്ചിട്ട് എന്തോ ഭയങ്കര മമ്പ്യാക്കന്മാർ തള്ളി പറയുന്ന ഖബർ സിയാറത്തില്ല എന്ന് പറയും, ദിക്റില്ല എന്ന് പറയുന്നൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്. ദിക്റുണ്ട്, ദിക്റ് കച്ചവടമല്ല. സ്വലാത്തുണ്ട്, സ്വലാത്ത് കച്ചവടമല്ല. മഹാന്മാരെ ആദരിക്കണം, അവരോട് പ്രാർത്ഥിക്കരുത് എന്നുള്ളത് എല്ലാം ഉണ്ട് സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുടുംബത്തിലൊക്കെ ദീനിയായ ചർച്ചകൾ ഉണ്ടാകണം. നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടത്. അതോടൊപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന, അതുകൂടി നമ്മൾ പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് പഠിച്ച കുറേ അനുഗ്രഹം കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനമൊക്കെ കൊടുത്തു. അതൊക്കെ എടുത്ത് പറഞ്ഞ് പറയാണ്, പഠിച്ചവന് എനിക്കൊരാവശ്യമുണ്ട്, അതിന് സാധിപ്പിച്ചു തരണം. എന്താണ്? തവഫനി മുസ്ലിമൻ, പടച്ചവനെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ഇതായിരിക്കണം നമ്മുടെ നിയ്യത്ത്. അപ്പൊ എന്ത് ചെയ്യണം? നാവിന്റെ നാവ് ആനനെ കെട്ടുന്ന കാര്യമില്ല, കയറി വെച്ചിട്ട് നാവിനൊരു കെട്ടിടണം. അതോടെ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഗീബത്ത്, നമീമത്ത്, കളവ് ഇതൊക്കെ മൂലമാണ് അമലുകൾ നശിച്ചു പോകുന്നത്. നമ്മൾ ഇങ്ങനെ വർത്താനം പറയും, വായിച്ചുകുട്ടി വന്നു, വായിച്ചുകുട്ടിയെ പറ്റിയാ പറഞ്ഞുകൊടുക്കുന്നത്, അതിന് ഗീബത്ത് എന്നാ പറയാം. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ വന്നാൽ നമ്മളങ്ങ് വിളറിപ്പോയി, അതിനാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബി അത് ഉള്ള കാര്യമാണെങ്കിലോ? അല്ല, ഉള്ള കാര്യമാണെങ്കിലോ, ഉള്ള കാര്യം പറയുന്നതിനാണ് ഈബത്ത്. ഇല്ലാത്ത കാര്യം പറഞ്ഞ കളവായില്ലേ? ഇല്ലാത്ത കാര്യം പറയുന്നത് കളവ് എന്നാ പറയാം. അപ്പൊ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോകാറുള്ളത് ഈബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ. അതില് നമ്മുടെ ജീവിതത്തിൽ ഇത് വന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഊഹങ്ങൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. മറ്റുള്ളവരുടെ ന്യൂനതകൾ നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ പറയാതിരിക്കണമെങ്കിൽ പറയേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ഉള്ള കാര്യങ്ങൾ പോഷിപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ പറഞ്ഞാൽ ക്രോഡീകരിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഇന്ന് 2 ദുആ പഠിച്ചിട്ടുണ്ട്. ആ ദുആ നിങ്ങൾക്ക് കാണാതെ പഠിച്ചില്ല, ഒന്നുകിൽ വീഡിയോ ഒന്ന് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ആ നമ്പർ സഹോദരിമാരുടെ കൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹോദരിമാർ അയച്ചു തരും.
ഒരു ദുആ, അല്ലാഹുമ്മ അഹ്യിനി അലൽ കിതാബി വസ്സുന്ന. അല്ലാഹുവേ, കിതാബും സുന്നത്തും അനുസരിച്ച് നീ എന്നെ ജീവിപ്പിക്കണമേ. രണ്ടാമത്തെ ഭാഗം, വഅമിത്നി മഅൽ ഈമാനി വത്തൗബ. ഈമാനോടുകൂടി തൗബയോടുകൂടി നീ ഞങ്ങളെ മരിപ്പിക്കണമേ. ഇതാണ് നമ്മൾ പഠിച്ചൊരു ദുആ. അതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസവും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നമ്മൾ പറഞ്ഞു റസൂലുള്ള എല്ലാ മാസവും ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. ഇതിനപ്പുറത്ത് കൂടുതൽ പറയാനില്ലല്ലോ. അതോടൊപ്പം വിശുദ്ധ ഖുർആന്റെ അർത്ഥം ഞാനൊരു പരിഭാഷയും നിർദ്ദേശിച്ചു. കോഴിക്കോട് വലിയ കാലി സെയ്ദ് ഇബ്ബിച്ചിക്കോയ തങ്ങളുടെ ഖുർആൻ പരിഭാഷ വളരെ ഒറ്റവാളിയേ ഉള്ളൂ. വളരെ ചുരുക്കിയിട്ടാണ് അദ്ദേഹം ആ പരിഭാഷ എഴുതിയിട്ടുള്ളത്. ആ പരിഭാഷ നമ്മൾ വായിച്ചാൽ യാസീന്റെ അർത്ഥം മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ യാസീൻ ഒതുപോലെ ഓതി തീരൂല. ഇത് കുറച്ച് വിഷമവും പ്രയാസവും കണ്ണുന്ന വെള്ളമൊക്കെ ഒരു പഠിച്ചോനെ എങ്ങനെയൊക്കെ ആ പരലോകത്തെ രംഗം അർത്ഥം പഠിക്കുമ്പോൾ അത് അർത്ഥം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് ബാത്തിലുകളെ ഒഴിവാക്കി ഹറാമുകളെ ഒഴിവാക്കി ഹലാലുകളിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റൊന്ന്, മഹാന്മാരായ അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, സ്വാലിഹികളെ, ശുഹദാക്കളെ സ്നേഹിക്കുന്ന അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത്. അന്ന് വെള്ളിയാഴ്ച ചെയ്യേണ്ട അമലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? സ്വലാത്ത് വർദ്ധിപ്പിക്കുക, റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള എല്ലാവരും മുഴുവൻ നമസ്കാരവും നിർവഹിച്ചു മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, ആഘോഷം പോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന വിവാഹം പോലെയുള്ള സംഗതികൾ വരുമ്പോൾ നന്ദികേട് കാണിക്കരുത്. ഇന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച വിവാഹ വസ്ത്രമല്ല ഞാനിടുക. എല്ലാരും കാണട്ടെ, കല്യാണത്തിന് അന്നൊക്കെ എപ്പോഴും ഇങ്ങനെ തീരുമായിട്ട് നടന്നാൽ മതിയോ എന്ന ചിന്തയല്ല, മറിച്ച് ആ പെൺകുട്ടിയുടെ സൗന്ദര്യം കാണേണ്ട ആളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞത് ആ ഭർത്താവല്ലേ അത് കാണേണ്ടത്. അതല്ലാതെ മുഴുവൻ വാട്സപ്പിലും അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത്തരം ചിന്തകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കണം. പിന്നീട് കുടുംബ ബന്ധങ്ങളുടെ, എൻ്റെ ഈ ശബ്ദം കേട്ട പുരുഷന്മാരിലും സഹോദരി ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും തെറ്റി നിൽക്കണം, നമ്മളങ്ങോട്ട് മുൻകൈ എടുക്കുക. അങ്ങോട്ട് പോവാ പോരേല് നമ്മൾ തോറ്റോട്ടെ. ഇനി അങ്ങനെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അകൽച്ചയുണ്ടെങ്കിൽ ഒരു മധ്യസ്ഥനെ ഇറക്കിയിട്ട് നമ്മൾ ആ ബന്ധം പൂർത്തിയാക്കണം. കാരണം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണം, നമുക്ക് സ്വർഗം കിട്ടണം. അതോടൊപ്പം ഖബർ സിയാറത്ത്, ഖബറിന്റെ അടുത്ത് പോയി പുരുഷന്മാര് ഖബറിന്റെ അടുത്ത് പോയി ഖബറാളികൾക്ക് വേണ്ടി നമ്മൾ എതിർക്കുന്ന എന്തിനാണ്? നിലവിളൊക്കെ വെച്ചിട്ട് പച്ചൊക്കെ വിരിച്ച് ഖബറിന്റെ അടുത്ത് ഉത്സവമാക്കി മാറ്റുക, എന്നിട്ട് ഖബറിലുള്ള ആളോട് പ്രാർത്ഥിക്കുക. അത് പാടില്ല. ഖബറിലുള്ള ആൾക്ക് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം. ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം ഞാൻ അവസാനം പറഞ്ഞു, പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചകളിലും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഏതായിരുന്നാലും ഈ ഒരു വീട്ടുകാർ അവർ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഈ വീടിന്റെ മുറ്റം പരലോകത്ത് സാക്ഷ്യം വഹിക്കുമാറാകട്ടെ. ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖുർആനിന്റെ ഹദീസിന്റെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ച ഈ വീട്ടുകാർക്ക് അല്ലാഹുവേ നീ ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ ഈ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ഖബറാളികളെ നീ ഉൾപ്പെടുത്തണമേ. അവരെയും ഞങ്ങളെയും പരലോകത്ത് സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ബദരീങ്ങളെ കാണാൻ ഇഷ്ടമുണ്ട്. ആ റസൂലുള്ളയോടൊപ്പം ബദരീങ്ങളോടൊപ്പം അല്ലാഹുവേ സ്വർഗത്തിൽ നിത്യജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരുമുണ്ട്, നീ ശിഫ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഗുരുതരമായ വല്ല രോഗങ്ങളുമുണ്ടോ നിനക്കെ അറിയൂ. അല്ലാഹുവേ, നീ മാറ്റി തരണമേ. ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.